السلام عليكم ورحمة الله وبركاته. وعليكم وعليكم السلام السلام. ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات كتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. كيف حالكم؟ الحمد لله بخير الحمد لله. الحمد لله. وكيف تدبركم؟ الحمد لله. زين. وكيف تفكركم وتذكركم؟ الحمد لله. هل تفهمون القرآن؟ نعم 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 نفهم نعم نفهم. ഇൻഷാല്ലാ. നമ്മൾ കൂടുതൽ ഗ്രഹിക്കും. ഇനി ആരും ഇംഗ്ലീഷിലേക്കോ മലയാളത്തിലേക്കോ തിരിയരുത്. നമുക്ക് മനസ്സിലാകാത്തത് എന്ത് ചെയ്യുക, ക്ലാസ് തന്നെ കേട്ട് വീണ്ടും ആവർത്തിക്കുക. പിന്നെ റെഫർ ചെയ്യുന്നത് അറബി മാത്രം റെഫർ ചെയ്യുക. വരാൻ പോകുന്ന 6 മാസത്തിനകം ഷുവർ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരു തരത്തിലേക്ക് എത്തും. ചില ആൾക്കാർ ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉള്ളതെന്ന് കഴിയും. കിങ്സ് ഏഡ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ. കിങ്സ് ഏഡ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോകാൻ പറഞ്ഞത് അറബി വായിക്കാനാണ്. ഇംഗ്ലീഷ് വായിക്കാനും നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടാവും. ഒരുപാട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സൈറ്റുകളൊക്കെ ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ നമ്മൾ കിണറ്റിനകത്തുനിന്ന് പുറത്തിറങ്ങണം, എങ്കിലേ ലോകം അറിയാൻ പറ്റും. നിങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ പട്ടണങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അല്ല, നമ്മൾ സ്വന്തം നാട് വിട്ട് വേറൊരു പട്ടണത്തിലേക്ക് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ മനസ്സിന് വിശാലത ഉണ്ടാകുന്നത്. രാജ്യം വിട്ടു പോയിട്ടുള്ളവർക്ക് വേറൊരു തലത്തിൽ വിശാലത ഉണ്ട്. അപ്പോ നമ്മളെ കയ്യിലുള്ള ഇംഗ്ലീഷ് മലയാളമൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്യുക, അറബി എന്ന് പറയുന്നത് ഭയങ്കര സാഗരമാണ്. അതായത് വിജ്ഞാനത്തിന്റെ ഒരുപാട് ശേഖരങ്ങൾ അവിടെ കിടപ്പുണ്ട്. കാരണം അവര് ഒരു പരിധിയോളം പൊളിറ്റിക്കൽ അതുപോലെ സംഗതികളൊന്നും ഇല്ല എന്തില്ല ഇന്ത്യയുടെ. അപ്പൊ ഉള്ള സംഗതികളെല്ലാം പരമാവധി വിജ്ഞാനത്തിന് വേണ്ടി ചിലവഴിക്കുക. അതുകൊണ്ട് ഒരുപാട് സംഗതികൾ അറബിയിൽ ടൈപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇന്റർനെറ്റില്. അതേപോലെ സ്കാൻ ചെയ്ത് ചേർത്തിട്ടുണ്ട്. എല്ലാം സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇത്രയും സൗകര്യമുള്ള വേറെ ലാംഗ്വേജ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇംഗ്ലീഷ് ഒക്കെ ചെന്നാലും കയറി ചെന്നാലും നിങ്ങൾക്ക് എല്ലാം പെയ്ഡാണ്, പെയ്ഡ്, ഫുള്ളി പെയ്ഡ്. ഓക്കെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറയാത്ത ഒരു സംഗതിയുണ്ട്, നിങ്ങൾ ഓപ്ഷനിലേക്ക് വിടുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞു. ആരാണ് മുത്തഖീൻ എന്ന് നമ്മൾ എവിടെയും വിശദീകരിച്ചില്ല. ആരാണ് മുത്തഖികൾ എന്ന് വിശദീകരിച്ചിട്ടില്ല. നിങ്ങൾക്ക് അറിയും എന്നാണ് എന്റെ ധാരണ. പക്ഷേ നിങ്ങളുടെയും ധാരണ എങ്ങനെയാണ്? മുത്തഖികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയും എന്നാണ്. പക്ഷെ നമുക്ക് അറിയാത്ത കുറെ തഖ്വ നമുക്കറിയാത്ത കുറെ തഖ്വകളുണ്ട്. അപ്പൊ അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത്തഖുള്ള എന്ന വാക്ക് വന്നിട്ടുള്ള ആയത്തുകൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ മുകളിലും താഴെയും പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ എന്താണെന്ന് നോക്കണം. നിങ്ങൾ ചെയ്യുന്നതിനെ സെർച്ച് ചെയ്തിട്ട് ആയത്ത് അപ്പാടിങ്ങി എനിക്ക് അയച്ചു തരാണ്. ഞാൻ അതല്ല ചോദിച്ചത്. ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കിയാണ് കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം പറയുന്നത് പോയിന്റ് എന്താണെന്ന് എടുത്തെഴുതണമെന്നാണ്. അത് എഴുതിയില്ല കോട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് തദബ്ബുറിന്റെ ആദ്യ ഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പൊ നമ്മള് കുറേശ്ശെ അതിലേക്ക് പോകണം. പോയിന്റുകളാണ് എടുത്ത് എഴുതേണ്ടത്. ആയത്ത് അങ്ങനെയല്ല. പരിഭാഷയും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. ആയത്തിന്റെ പരിഭാഷയും ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് എന്താണ് അവിടെ പറഞ്ഞ പോയിന്റ് അറബിയിലോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതുക. പോയിന്റ് വിജയത്തിന്റെ ഉപാധികൾ എന്തെല്ലാം എന്നാണ്. അപ്പൊ ആ ഉപാധി ആ ആയത്തിൽ വന്നിട്ടുള്ളതെന്ന് ഞാൻ നോക്കുക. ഇപ്പൊ പറഞ്ഞത് എന്താണ്? അത് ഓപ്ഷണൽ വർക്കാണ്. അടുത്ത വരാൻ പോകുന്ന ആഴ്ചയിലെ വർക്കിൽ അത് ബാധിക്കാൻ പാടില്ല. എന്താ പറഞ്ഞത്? ഇത്തഖുള്ള എന്ന വാക്കാണ് സെർച്ച് ചെയ്യേണ്ടത്. അതിന്റെ മുമ്പും ശേഷവും പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ടാവും.
അല്ലെങ്കിൽ മഅൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇത്തഖുല്ലാ എന്ന് നോക്കണം, അല്ലെങ്കിൽ മഅൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അള്ളാഹു മുത്തഖികളുടെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് അപ്പൊ അതിന് മുമ്പും ശേഷവും പറഞ്ഞ പോയിന്റുകൾ എന്താണ്, വിഷയം എന്താണ്, പോയിന്റ് എന്ന് പറഞ്ഞാൽ വിഷയം എന്താണ്, ഇതാണ്. അല്ലാതെ ആയത്ത് ഇപ്പൊ ചിലപ്പോ 2-3 ആയത്തിന് ഇടയ്ക്കായിരിക്കും വരിക ഇത്തഖുല്ലാ അല്ലെങ്കിൽ മഅൽ മുത്തഖീൻ പറയുന്നത്. വല്ലാഹു എന്നോ ഇന്നല്ലാഹ എന്നോ എന്നിട്ട് മഅൽ മുത്തഖീൻ എന്നുണ്ടാവും. അത് പറയുന്നത് ഒരായത്തിന് ശേഷം അല്ലെങ്കിൽ തൊട്ട് മുമ്പോ ശേഷമൊക്കെ ആയിരിക്കും. അപ്പൊ അത്രയും ആയത്തൊക്കെ നമ്മൾ കോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വായിക്കാനും ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നോക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയെന്നാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അള്ളാഹ് മുത്തഖികളോടൊപ്പമാണ് എന്ന് പറയുന്നിടത്ത് എന്താണ്, തൊട്ട് മുമ്പ് എന്താ പറഞ്ഞു, തൊട്ട് ശേഷം അതാണ് തഖ്വ. അവിടെ പടച്ചവന് പേര് വരുന്നതാണ് തഖ്വ. ഓക്കെ, അതിലേക്ക് നമ്മൾ ഇനി പോകുന്നില്ല. അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 12 മുതൽ 21 വരെയുള്ള സൂക്തങ്ങളാണ്. 12 മുതൽ 21 വരെയുള്ള സൂക്തങ്ങൾ. പക്ഷെ എനിക്ക് 12ാമത്തെ സൂക്തം കഴിഞ്ഞ ആൾ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇതുവരെ ആമക്കൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താ, നമ്മളത് അവിടെ ചുരുക്കിയതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ പറഞ്ഞു നിർത്തിയത് وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون الله يستهزئ بهم ويمدهم في طغيانهم يعمهون أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. അപ്പോൾ പറഞ്ഞത് وإذا قيل لهم لا تفسدوا في الأرض. അഫ്സദ എന്താ അർത്ഥം? കുഴപ്പമുണ്ടാക്കി. ലാ തുഫ്സിദു ഫിൽ അർളി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ നന്നാക്കുന്നവർ തന്നെയാണ് എന്നവർ പറയും. നന്മ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറയും. പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നോ? കഴിഞ്ഞ ആഴ്ച ശബ്ദമൊന്നും കേട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ചില്ലേ? അപ്പൊ ഞാൻ മറന്നായിരിക്കും. അഫ്സദ യുഫ്സിദു, കുഴപ്പമുണ്ടാക്കി. ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഞങ്ങൾ നന്നാക്കുന്നവരാണ് എന്ന് അവര് പറയും. അല, അപ്പൊ അല എന്നത് ഇവിടെ ഒരു വാക്കാണ്. അല എന്നത് ഒരു വാക്കാണ്.
ചിലപ്പോ അല എന്നത് രണ്ട് വാക്കായിട്ട് ആണോ ഉണ്ടോ അല്ല വേറെ അങ്ങനല്ലേ നമ്മള് അത് പഠിച്ചത്. തന്നെ രണ്ടും കൂടെ ചേർന്നിട്ട് വരും. അപ്പം അല അങ്ങനെ അല്ലേ എന്നായിരിക്കും വരിക. ഇവിടെ അങ്ങനെ അല്ലേ എന്ന് വരാൻ സാധ്യതയില്ല. ഇവിടെ അല എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊള്ളുക. ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവരാണ് കുഴപ്പക്കാർ. യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് കുഴപ്പക്കാർ. വലക്കില്ല യേശു. ഒരാൾ വന്നിട്ട് നമ്മളടുത്ത് പറയാണ്, നീ സൂക്ഷിച്ചോളണം, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് എന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് അയാൾ പറയണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകണം. അങ്ങനെ അവരുടെ നന്മ, അവരുദ്ദേശിച്ച നന്മ ഉപദേശിച്ചവരൊക്കെയും വഴിതെറ്റി പോയിട്ടുണ്ട്. കാരണം അവർ ഒരു കൂട്ടർ വന്നിട്ട് ഇവർക്ക് നന്മ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അപ്പൊ യഥാർത്ഥം നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് അയാൾ വരുന്നു, അയാളുടെ സ്വാർത്ഥ താല്പര്യം എന്താണ്. യഥാർത്ഥത്തിൽ അവർ സാമ്പത്തികമോ സാഹചര്യമോ അല്ലെങ്കിൽ കക്ഷി താല്പര്യം ഒന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ അവരുടെ താല്പര്യത്തിനനുസരിച്ച് പോകാവൂ. നമ്മളെ അഡ്വൈസ് ചെയ്ത് തന്നെ ആള് ഇതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കണം. അയാൾ നിസ്വാർത്ഥനാണെങ്കിൽ അയാളുടെ മാർഗത്തിൽ നമ്മൾ നിൽക്കാവും. അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഈ തെറ്റിക്കാൻ വരുന്നവര് എന്തായിരിക്കും പറയാ, നിന്റെ നന്മയായിരിക്കും ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ അവരാണ് കുഴപ്പക്കാർ. ഹുമുൽ മുഫ്സിദൂൻ വലാകിൻ ലാ യശ്ഉറൂൻ. യശ്ഉറൂൻ എന്ന വാക്ക് കിട്ടിയാൽ അതിന്റെ മാളി എന്തായിരിക്കും? കാരണം എന്താണ്? അതിന്റെ 3 അക്ഷരം. കാരണം എന്താണ്? യശ്ഉറൂൻ എന്ന യൻസുറൂൻ എന്ന പോലെയാണ് വരിക. അപ്പൊ നസറ ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ നസറയുടെ മാവി, യൻസുറൂന്റെ മാവി നസറ എന്നാണ്. അപ്പൊ നമ്മൾ പഠിച്ച അനുസരിച്ചാണെങ്കിൽ മധ്യത്തിൽ ലമ്മ് വന്നാൽ, അപൂർണക്രിയയിൽ മധ്യത്തിൽ ലമ്മ് വന്നാൽ പൂർണ്ണക്രിയയിൽ മധ്യത്തിൽ ഫത്ഹായി. ആണോ? അത് മറക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതിനും കൂടെ പ്രതിജ്ഞ വാങ്ങുന്നത്. നസറൻസുറു. അപ്പം യശ്ഉറു എന്ന് വാക്ക് കിട്ടിയാൽ അത് വേറെ രീതിയിൽ വരാം. പക്ഷെ നമ്മൾ പഠിച്ചതനുസരിച്ചാണെങ്കിൽ ഷാറ. അപ്പൊ ഷാറ ശരിയാവും നോക്കിയാൽ ഷാറ ശരിയായി, ഇതിന്റെ പ്രശ്നമില്ല. وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء. قيل നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ, قيل أي نوع من الأفعال، أي نوع من الفعل، أي نوع معروف أو مجهول؟ معروف أو مجهول؟ أنا مجهول. ما هي المعروف؟ ما هي معروفها؟ قال. അതിന്റെ മാറൂഫ് കാലയാണ്. കീലയാവും. അപ്പൊ ഇതിങ്ങനെ പഠിച്ചു വെച്ചാൽ ഇതേപോലെ വേറെയും ക്രിയകൾ വരും. അപ്പൊ നമുക്ക് അതിനെ അങ്ങനെ മാറ്റാം. ആമിനു കമാ ആമനന്നാസ്, വിശ്വസിച്ചോളി, നിങ്ങൾ വിശ്വസിച്ചോളി, കമാ ആമനന്നാസ്, ജനങ്ങൾ വിശ്വസിച്ച പോലെ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഖാലു, അവർ പറഞ്ഞത് തന്നെ അനുമിനു കമാ ആമന സുഫഹാ, ഈ മരമണ്ടന്മാർ വിശ്വസിച്ച പോലെ ഞങ്ങൾ വിശ്വസിക്കണമെന്നാണ് നീ പറയുന്നത്. അനുമിനു, ഞങ്ങൾ വിശ്വസിക്കുകയോ? ആണോ ഉണ്ടോ? നുമിനു, ഞങ്ങൾ വിശ്വസിക്കുകയോ? കമാ ആമന സുഫഹാ, സുഫഹാന്റെ ഏകവചനമാണ് സഫീഹുൻ. ഖുർആൻ വായിച്ചപ്പോൾ എപ്പോഴെങ്കിലും സഫീഹിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടു കാണണം, പക്ഷെ നമ്മൾ ഓർക്കുന്നില്ല. അപ്പോ നമ്മൾ അറിവുള്ള ആളെ നമ്മൾ അറിയുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ ഇയാളെ കണ്ടു എന്ന്. അറിയാത്ത ആളെ കണ്ടാൽ നമുക്ക് അറിയില്ല അയാളെ കണ്ടോ ഇല്ലേ എന്ന്. അങ്ങനെയല്ലേ? നമ്മുടെ നാട്ടിലുള്ള ഒരാളെ നമുക്ക് അറിയും, അയാളെ നമ്മൾ റെയിൽവേ സ്റ്റേഷനോ ബസ് സ്റ്റാൻഡിലോ വെച്ച് കണ്ടു. അപ്പൊ നമുക്ക് അയാളെ പെട്ടെന്ന് മനസ്സിലാവും അയാളെ നമ്മൾ കണ്ടെന്ന് തിരിച്ചു വന്നിട്ട് നമുക്ക് പറയാം. അല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ എത്രയോ ആൾക്കാർ നിൽക്കുന്നു നമ്മൾ കാണുന്നില്ല. അതൊന്ന്. രണ്ടാമത് വേറൊരു വശം, നമ്മൾ അവിടെ നിൽക്കുന്ന ആൾക്കാരെ ഇയാൾ നാട്ടുകാരനാണോ അല്ലേ എന്ന് നോക്കിയെങ്കിൽ മാത്രമല്ലേ അറിയാൻ പറ്റൂ.
ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനൊക്കെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ നോക്കിയാൽ ഈ ആളെ എനിക്ക് അറിയുമോ ഇല്ലേ, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് അയാളെ നോക്കേണ്ട, നമ്മൾ ഒരു കണക്ഷൻ ഇല്ലാതെ നമ്മൾ അവിടെ പോയി വാട്സാപ്പ് നോക്കി നിന്നാൽ നാട്ടിലുള്ള ആൾക്കാരെ കണ്ടറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഖുർആൻ ആശയം മനസ്സിലാക്കി മാത്രമേ വായിക്കാവൂ. കണ്ടാൽ ഇത് അറിയുന്ന ആളാണെന്ന് നമുക്കറിയണം. സഫീഹിന്റെ അർത്ഥം സുബ്ഹാൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ വീട്ടിൽ. സൂറ ജിന്ന്. ولا تؤتوا السفهاء أموالكم. അത് സുഫഹ ആണ്. ഇതിന്റെ ഏകവചനം കണ്ടോന്നാണ് ചോദ്യം. സഫീഹ നഫ്സഹു സഫീഹുന എന്തായിരുന്നു? സൂറത്തു ജിന്ന്. അതെ. കാല സഫീഹുന അല്ല സഫീഹുന അത് അള്ളാഹിനെ കുറിച്ച് അവരെന്ത് ചെയ്യും, ഇങ്ങനെ തെറ്റായ സംഗതികൾ പറഞ്ഞു വരുത്തിയിരിക്കുന്നു. അതെ, അല്ലാതെയും വേറെയുണ്ട് സഫീഹ്. ഓക്കെ. അല്ല ഇന്നഹും. അപ്പൊ എന്താ പറയുന്നത്, ഈ മരമണ്ടന്മാരെ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കണോ എന്നാണ് ഈ പറയുന്നത് ചോദിക്കും. അപ്പൊ എന്താണ് വിശ്വാസികളെ കുറിച്ച് ആരാണ് ചോദിക്കണേ? ആരാ ചോദിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? മുനാഫിഖും. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം കഥ മാറിപ്പോരുത്. ജനങ്ങളാണ്. ജനങ്ങളാ ചോദിക്കുന്നത്. ഏത് ജനങ്ങള്? മുഫ്സിദൂൻ. പണ്ട് പറഞ്ഞില്ലേ, രാത്രി മുഴുവൻ രാമായണം വായിച്ച് രാവിലെ വന്ന് ചോദിക്കും. ഇത് സീതയുടെ സത്യനിഷേധികളാണ് പറയുന്നത്. സത്യനിഷേധികൾ. ആര് പറയുന്നത്? പറയുന്നേ ആര് പറയുന്നതാണ്? അവരോട് നമ്മള് എത്ര ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി കഴിഞ്ഞ ആഴ്ച പറഞ്ഞു? അപ്പൊ ഇത് ആരെ കുറിച്ചാ പറയുന്നത്? കപട വിശ്വാസികളെ കുറിച്ചാ പറയുന്നത്. അതെ, കഥ മറന്നു വരുന്നെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരിക അല്ല വേണ്ടത്. നിങ്ങൾ കഥ അറിയാതെ ആട്ടം കണ്ടാല് ഓക്കെ, മനോഹരമായിരുന്നു ഉസ്താദിന്റെ പ്രസംഗം, നല്ല ക്ലാസ് ആയിരുന്നു, പക്ഷെ എന്ത് കഥയാ പറഞ്ഞത് അറിയൂല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യം. അല്ല ഇന്നഹും എന്ന് പറയുന്ന അല്ലാഹു. പിന്നെയും കഥ മാറിപ്പോയി. അവർ തന്നെയാണ് മുഫ്സിദുകൾ എന്ന് പറയുന്നത് അള്ളാഹു പറയുന്നതല്ലേ. മുത്തക്കികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് പറയുന്ന മുഴുവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നാസുൽ പറയും മുഴുവൻ അല്ലാഹ് പറയുന്നു. നബി പറയുന്നു. നബി പറഞ്ഞു, എല്ലാം നബി പറഞ്ഞാണ്. അല്ല, പ്രവാചകന്മാര് പറയുന്നുണ്ട്. വിശ്വസിക്കാൻ വേണ്ടി പറയുമ്പോ പറയുന്നത് അള്ളാഹുവിന്റെ അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ എന്ത് ചെയ്യണം, ഈ കോണ്ടാക്സ്റ്റ് ഒരിക്കലും മറക്കരുത്. ഇപ്പൊ പറയുന്ന കപട വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്, കേട്ടോ. Who is talking? Should I explain in English or Arabic or in Malayalam? ഇംഗ്ലീഷ് ഒന്നും പറയില്ല. നമ്മൾ കഥ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്ത് ചെയ്യാണ്, ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. കഥ എന്താ? ജനങ്ങളിൽ ഒരു വിഭാഗമുണ്ട്, അവർ പറയും ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, അവർ യഥാർത്ഥ വിശ്വസിച്ചവരല്ല. ഈ പറഞ്ഞതെല്ലാം അള്ളയാണ്. നമ്മൾ കഥ അറിയണമെന്നാ പറഞ്ഞത്. ഈ പറഞ്ഞെല്ലാം അള്ള പറഞ്ഞതാണ്. കഥ അറിയണം. ബാക്കി നിങ്ങൾ എന്ത് വിശീലനം നോക്കിയാലും കുഴപ്പമില്ല. കഥ അറിയാതെ എന്ത് ചെയ്യരുത്, ആട്ടം കാണരുത്. പിന്നെന്താ പറഞ്ഞു? യുഹാദിഊന. അപ്പൊ ആ അടുത്ത യുഹാദിഊന എന്ന് പറഞ്ഞ ആയത്ത് ആരെ കുറിച്ചാണ് പറയുന്നത്?
അത് മിനന്നാസി മൻ കപടവിശ്വാസികളാണ്. യഖൂലു ആമന്ന എന്ന് പറഞ്ഞവരെ കുറിച്ചാണ് പറയുന്നത്. ഉം. ഫീ ഖുലൂബിഹിം മറദുൻ, അടുത്ത ആയത്തെ ഹിം ആരാണ്? അവർ മുനാഫിക്കുകൾ. കപടവിശ്വാസികളാണ്. വഇദാ ഖീല ലഹും, ലഹും ആരാണ്? കപടവിശ്വാസികൾ. കപടവിശ്വാസികളാണ്. പിന്നെ പറഞ്ഞ അല ഇന്നഹും എന്ന് പറഞ്ഞ ഹും ആര്? അവർ കപടവിശ്വാസികൾ, മുനാഫിക്കുകൾ തന്നെ. ആ പറഞ്ഞ മൻ യഖൂലു ആമന്ന എന്ന് പറഞ്ഞവരാണ്. വഇദാ ഖീല ലഹും എന്ന് പറഞ്ഞ ലഹും ആര്? അവര് തന്നെ മുനാഫിക്കുകൾ. ഇനി കഥ പറയാതെ, കഥ അറിയാതെ നമ്മൾ നോക്കിണ്ടിരിക്കരുത് കേട്ടാ. അപ്പൊ അവരോട് പറയും, നിങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും യഥാർത്ഥത്തിലാണ് എന്താണ് സത്യസന്ധമായാണ് വിശ്വസിച്ചിരിക്കുന്നത്. അതേപോലെ നിങ്ങളും സത്യസന്ധമായി വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും ഈ നരമണ്ടന്മാരെ വിശ്വസിച്ച് വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കയറി നിന്നിട്ട് പോലും അവർ പറയുന്നത് എന്താണ്? ആ ആൾക്കാരെ കുറിച്ച് അവർ മണ്ടത്തരമാണ് ചെയ്തത് എന്നാ പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെ കുറിച്ച് പറയുന്നത്? ഇതാണ് തദബ്ബുർ കേട്ടോ. തദബ്ബുറിന്റെ ഒരു ഭാഗം, തദബ്ബുറിന്റെ ഒരു ഭാഗം എന്താണ്? അർത്ഥം തേഞ്ഞു മറന്നുപോയി. അതാണ് പറഞ്ഞു തരുന്നത്. തദബ്ബുറിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നോട്ടീസ് ഒന്നുകൂടെ വായിച്ചു നോക്കണം കേട്ടോ. തദബ്ബുറിനെ കുറിച്ച് പറഞ്ഞ നോട്ടീസ് ഒന്നും കൂടെ, ആ പരസ്യമില്ലേ, ഒന്നുകൂടെ വായിച്ചു നോക്കുക. അപ്പൊ മനസ്സിലാവും അതില്. അതിൽ ഖുർആൻ പഠനം, മനനം, ചിന്ത എന്ന് കൊടുക്കുന്നത് ഉണ്ടോ? അതാണ്. അപ്പം ആ ഖുർആൻ പഠനത്തിലെ തദബ്ബുറിന്റെ ഒരു ഭാഗം എന്താണ്? നമ്മൾ ഖുർആനെ കുറിച്ച് കാലികമായി ചിന്തിക്കുക. ഖുർആൻ കാലത്തിനനുസരിച്ച് എന്താണ് നമ്മോട് പറയുന്നത്? ഈ കാലത്ത് നമ്മൾ എന്താ പറയുന്നത്? ഈ കാലത്ത് നമ്മൾ എന്താ പറയുന്നത്? എല്ലാവരും വിശ്വസിച്ചു അല്ലെ? ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം കൃത്യമായി ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരെ കുറിച്ച് മറ്റുള്ളവരെന്താ പറയുന്നത്? ഇത് 10 മണി. നിങ്ങളെ മൈക്ക് ഞാൻ ഓഫ് ചെയ്തപ്പോ നിങ്ങൾ എന്തിനാ ഓൺ ചെയ്തത്? എന്താ പറയുന്നത്? ഇവര് തീവ്രവാദികളാണ്, ഇവര് ഭീകരവാദികളാണ് എന്ന് പറയും. ആരെ കുറിച്ചാണ് പറയുന്നത്? സാധാരണ മുസ്ലിങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. കപടവിശ്വാസികളെ. ഇസ്ലാം കൃത്യമായി ജീവിതത്തിൽ പകർത്തുകയും അത് ജീവിതത്തിൽ പകർത്തേണ്ടതാണ്, ജീവിതം മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്നതാണ് ഇസ്ലാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ തീവ്രവാദിയാണ്. അതാണ് ഈ പറഞ്ഞതിന്റെ വേറൊരർത്ഥം. ആമിനു കമ ആമനന്നാസ്, ഒരുപാട് ജനങ്ങൾ സത്യസന്ധമായി ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അവരോട് പറഞ്ഞാൽ അവർ പറയും കമ ആമനസ്, മാരമണ്ടന്മാര് മുഴുവൻ അവരുടെ ജീവിതം മുഴുവൻ പാഴായി പോയി. അവർക്ക് ഈ ലോകത്തുള്ളതൊന്നും അവർക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് പോലെയാണ് കമ ആമനസ് അല ഇന്നഹും വലാകിൻ ലാ യഅലമൂൻ. അപ്പൊ യശ്ഉറൂൻ എന്ന് പറഞ്ഞതിന്റെ ഷഅറയുടെ മീനിങ് എന്താണ്? അടിമ. ഷഅറ യശ്ഉറു എന്ന് പറഞ്ഞാൽ അടിമയുടെ പര്യായപദമാണ് ഷഅറ. അടിമ യഅലമു. ഇവിടെ എന്ത് പറഞ്ഞു? അല ഇന്നഹും ഹുമുസ് സുഫഹാ വലാകിൻ ലാ യഅലമൂൻ. അവരാണ് സഫീഹ് അഥവാ ബമ്പര വിഡ്ഢികൾ, സഫീഹ് സുഫഹാ വലാകിൻ ലാ യഅലമൂൻ, പക്ഷെ അവരറിയുന്നില്ല. എന്തുകൊണ്ടാ പറഞ്ഞതിന്റെ അർത്ഥം? യഥാർത്ഥത്തിൽ മരമണ്ടന്മാർ ഇവരാണ്. ഇവർ ജീവിക്കുന്നത് എത്ര കാലമാണ്? 10, 60, 50, 100, 115 ഒക്കെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പറയുന്നത്. ഇത് കഴിഞ്ഞാൽ എന്തായി? അല്ലെ? നിങ്ങൾ എണ്ണുന്ന എണ്ണത്തിന്റെ 1000, 1500 അൽഫസനത്തിന് 50 അൽഫസനത്തിന് എന്ന് പറഞ്ഞു.
5000 വർഷത്തെ ദൈർഘ്യമുണ്ട് അവിടുത്തെ ഒരു ദിവസത്തിൽ. ആ ദിവസം പാഴായി പോകുന്നതിനെ കുറിച്ച് ഈ മരമണ്ടന്മാർ ചിന്തിക്കുന്നില്ല. ഈ മരമണ്ടന്മാർ ചിന്തിക്കുന്നില്ല. ആ മരം ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു മരം ഇവിടെ തളർത്തു വരുന്നു, ആ മരം വളർന്നു വരുന്നു, അത് എന്ത് ചെയ്യുന്നു? പരാഗണം നടത്തുന്നു. അതിൽ നിന്നും ആൺപൂവും പെൺപൂവും ഉണ്ടാകുന്നു. അതിൽ നിന്നും എന്തുണ്ടാകുന്നു? വിത്ത് അങ്ങനെ പരാഗണം നടത്തുന്നു. അത് കഴിഞ്ഞ് അത് വേറെ പുതിയ അതിന്റെ തൈകൾ ഉണ്ടാകുന്നു. അത് വളർന്നു വരുന്നു. പിന്നീട് ആ മരം ചീത്തയായി പോയി, അല്ലെങ്കിൽ അത് ദ്രവിച്ചു പോയി, മണ്ണടിഞ്ഞു പോയി. അതുപോലെയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് ഏതെങ്കിലും ഒരാൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവനാണോ മണ്ടൻ? അതല്ല. ഒരാൾ വിശ്വസിക്കുകയാണ് എന്റെ ജീവിതം, ഞാൻ മനുഷ്യനാണ്, ഇവിടെ മരിച്ചതിന് ശേഷം പിന്നെ ഒരു പുനരുത്ഥാനവും ഒരു വിചാരണയും ഉണ്ടാകും. ഇവിടെ യഥാർത്ഥത്തിൽ സത്യസന്ധമായി ജീവിച്ചവന് ഒരു റിവാർഡ് കൊടുക്കണം, അല്ലെങ്കിൽ അവാർഡ് കൊടുക്കണം. ഇവിടെ ദുഷ്കർമ്മിയായിട്ട് ജീവിച്ചവന് ശരിക്കുമുള്ള ശിക്ഷ കൊടുക്കണം. ഇത്രയും 50,000-ത്തിലധികം ആൾക്കാരെ, കുഞ്ഞുങ്ങളെ പോലും നിർദ്ദയം വധിച്ചുകൊണ്ടിരിക്കുന്നവരോ അവരെന്താണ് വിവസ്ത്രരായി ആക്കിയിട്ട് പോലും അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു മനുഷ്യാവകാശത്തിന്റെ ഒരു ദേശം പോലും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാർക്ക് അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണം? അവർക്കൊന്നും ഒരു ശിക്ഷയും ഇല്ല. അവരൊക്കെ മരം പോലെയാണ്, അല്ലെങ്കിൽ ആടിനെ പോലെയാണ്, കന്നുകാലികളെ പോലെയാണ് എന്ന് വിചാരിക്കുന്നവരാണോ മണ്ടൻ? അതല്ല. ശരിക്കും രക്ഷാശിക്ഷയും നടക്കുന്ന ഒരു ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണോ മണ്ടൻ? അതാണ് പറഞ്ഞത്. വലാക്കില്ല ഏഴുമൂന്ന് അവർക്കറിയില്ല. ആരെ കുറിച്ചാ പറയുന്നത്? പറഞ്ഞൊക്കെ കപടവിശ്വാസികളെ കുറിച്ചാ. ഒക്കെ കപടവിശ്വാസികളെ കുറിച്ചാണ്. وإذا لقوا الذين آمنوا وإذا لقوا ما هي أول وزن من لقوا؟ أول وزن ലഖിയ. لقيا. ما هي اسم الفاعل منه؟ ലാഖിൻ. ما شاء الله. وإذا لقوا الذين آمنوا قالوا آمنا. അപ്പൊ അവര് മുഅ്മിനുകളെ കണ്ടാൽ, ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം ഒറിജിനൽ മുഅ്മിനുകളെ കണ്ടാൽ കേട്ടോ, ഒറിജിനൽ മുഅ്മിനുകളെ കണ്ടാൽ ഖാലു ആമന്ന, ഞങ്ങൾ ശരികൾ തന്നെയാണ്. وإذا خلوا ما هي أول وزن خلوا؟ خلا يخلو. خلا يخلو. اسم الفاعل ഖാലിൻ. خالد. കാലിയായത് മലയാള വാക്കാ. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് ഈ അറബിയിൽ എത്രയോ വാക്കുകൾ, അറബിയിലുള്ള എത്രയോ വാക്കുകൾ നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിനേക്കാളും അധികം വാക്കുകൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബോറോ ചെയ്യാറിനാല് ലോൺ എടുത്തിട്ടുണ്ട്. തിരിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ ബോറോ ചെയ്യുമെന്ന് പറയുന്നത്. ബോറോഡ് വാക്കുകൾ എന്നാണ് ലാംഗ്വേജ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ലയിച്ചു ചേർന്നിരിക്കുക. എന്നിട്ട് നമ്മൾ പറയുന്നു നമ്മുടെ കുട്ടികളെ അറിവ് എടുപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്ക് പ്രയാസകരമാവും. നിങ്ങളുടെ കുട്ടികൾക്ക് പ്രയാസമാണോ അറിവ് പഠിക്കുന്നത്? ഇല്ല. അപ്പൊ നിങ്ങൾ എത്ര പേരുടെ കുട്ടികൾ അറിവ് പഠിക്കുന്നുണ്ട്? മാഷാ അല്ലാഹ്. വേറെ? എന്റെ മോള് 4th സ്റ്റാൻഡേർഡിലാണ്. അവൾക്ക് ഇപ്പൊ കഴിഞ്ഞ 2 പരീക്ഷയിലും അറബി ട്രാൻസ്ലേഷൻ അടക്കം ഫുൾ മാർക്ക്. ഔട്ട് ഓഫ് 50 45 വരെ മാർക്ക് വാങ്ങുന്നുണ്ട്. വേറെ? എന്റെ മോള് BA അറബി കഴിഞ്ഞ. മാഷാ അല്ലാഹ്. BA അറബി കഴിഞ്ഞ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പൊ DLED ചേർന്നിരിക്കുന്നു. MA ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട്. നമ്മുടെ ക്ലാസ് അവർക്ക് പഠിപ്പിക്കാം. ഞാൻ പറഞ്ഞു കൊടുക്കാൻ ചില കാര്യങ്ങൾ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓൾക്ക് പഠിപ്പിക്കാം, ഓൾക്ക് ടീച്ചർ ആകാം. അതിനു വേണ്ടിയിട്ടാണ് പഠിക്കണത്. പക്ഷെ ചില കാര്യങ്ങൾ ഉസ്താദ് പഠിപ്പിച്ചത് എനിക്ക് അവൾക്ക് ചിലപ്പോൾ തിരുത്തി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അഫ്ളൽ ഉലമയെക്കാളും ക്വാളിഫൈഡ് ആണ്. ഇപ്പൊ മനസ്സിലായില്ലേ? അതെ, സത്യം മനസ്സിലായിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ 15 വർഷം അറിവ് പഠിച്ചതിനേക്കാൾ കൂടുതൽ ഇപ്പൊ ചിലപ്പോ സമയത്ത് എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വേറെ? ഇപ്പൊ 3 പേര് 4 പേരായി.
അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമ്മളിൽ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ചെറിയ ശതമാനമെങ്കിലും. പക്ഷേ അത് വർദ്ധിക്കണം. വർദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ പിടികൂടാൻ പോകുന്നത് വലിയ ആപത്താണ്. വലിയ ആപത്താണ്. നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ അവര് സ്കൂളിൽ മലയാളം പഠിക്കട്ടെ, മദ്രസയിൽ അറബി പഠിക്കട്ടെ എന്നാണ്. അവസാനം സ്കൂളിലെ മലയാളം ഇല്ല, മദ്രസയിൽ അറബിയില്ല. അപ്പൊ അത് നടക്കൂല. അവർ സ്കൂളിൽ തന്നെ അറിവ് പഠിക്കട്ടെ. കാരണം അത് മനസ്സിലാക്കിയിട്ടാണ് മറ്റുള്ളവർക്ക് ഒരു പ്രേരകമാകുന്നത്. അവർ അറിവ് പഠിക്കുമ്പോൾ ഓക്കെ ഇനി എന്താ പഠിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റവനും വരും. ദാമോദരനും വരും, സുരേഷും വരും, കുമാറും വരും, ദേവദാസും വരും, ആന്റണിയും വരും, ജോണും വരും. എല്ലാവരും പഠിക്കും. ഒരു ഹിന്ദു സ്ത്രീന്റെ അറബി ടീച്ചറായിട്ട്. അതൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ നമ്മൾ വലിയ സംഭവമായിട്ടാണ് കാണുന്നത്. അത് വലിയ സംഭവമൊന്നുമല്ല. അത് നമ്മളിപ്പം ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ വലിയ പോട്ടെ, എവിടെയാണ് പിന്നെ ജോർദാൻ, ലബനാൻ, ഈജിപ്റ്റ്, അവിടെയൊക്കെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ്. ഈജിപ്തില് ഏകദേശം തുല്യമാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരേപോലെയാണ്. ചെറിയ കുറച്ച് വ്യത്യാസം ഉണ്ടാകും മുസ്ലിങ്ങൾ. ലബനാനിലും കൂടുതലും ക്രിസ്ത്യാനികളുണ്ട്. ജോർദാനിലുണ്ട് ഒരുപാട് ക്രിസ്ത്യാനികൾ. ഭൂരിപക്ഷം അല്ലെങ്കിലും ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. അങ്ങനെ ക്രിസ്ത്യാനികൾ അറബി സംസാരിക്കുന്ന ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. ആഫ്രിക്കൻ നാടുകളിൽ പല നാടുകളിലും ക്രിസ്ത്യാനികളുടെ അറബി ഭാഷയാണ്. അവരൊക്കെ അസ്സലാമു അലൈക്കും പറയുന്നു. നമ്മളിവിടെ ആരെങ്കിലും അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ വിഷമമാണ്. അവിടെ വന്നിട്ട് എന്റെ ബോസ് ഉണ്ടായിരുന്നു, ലബനാനിയാണ്, അയാൾ ക്രിസ്ത്യാനാണ്. അയാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും പറയും. ചിലപ്പോൾ അയാൾ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറയും. അത് വേറെ കാര്യം. അത് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറയും. അറബിയിലാണ് സംസാരിക്കുന്നത് അസ്സലാമു അലൈക്കും എന്ന് പറയും. പിന്നെ ദൈവം നിങ്ങളെ രക്ഷിക്കണമെന്ന് എങ്ങനെ പറയും? അള്ളാഹ് നിനക്ക് തന്നെ തൃപ്തിപ്പെടട്ടെ എന്ന് പറയും. അള്ളാഹ് എല്ലാം അള്ളാഹ് എന്നുള്ള വാക്കായിരിക്കും പറയുന്നത്. കാരണം ദൈവത്തിന് യഹോവയ്ക്ക് അവിടെ അള്ളാഹ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ബൈബിളിൽ അറബി ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ, അറബി ബൈബിൾ എടുത്ത് നോക്കിയാൽ യഹോവ എന്നുള്ള വാക്കിന് അള്ളാഹ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. എനിവേ, ഞാൻ പറയുന്നത് നമ്മൾ ഖുർആന്റെ വക്താക്കളാണ്. നമ്മളിൽ അലിഞ്ഞു ചേർന്നതാണ്, വിശ്വാസപരമായി നമ്മുടെ മനസ്സിൽ അലിഞ്ഞു ചേർന്നതാണ് ഈ ഭാഷ. എങ്കിൽ നമ്മുടെ തലമുറയെ നമ്മൾ എന്ത് ചെയ്യണം? അറബി ഭാഷയിൽ തന്നെ കുടിക്കണം. ഓക്കെ. അവർ കാലിയായാൽ എന്ന് പറഞ്ഞാൽ അവർ ഒറ്റയ്ക്കായാൽ, അവർ തനിച്ചായാൽ എന്ന് പറഞ്ഞാൽ അവരുടെ ടീം തനിച്ചായാൽ. ഹലോ ഇലാ ഷയാത്തീനിഹിം. ഷയാത്തീന്റെ ഏകവചനമാണ്, ഷൈത്താനിന്റെ ബഹുവചനമാണ് അവസാനത്തെ അക്ഷരത്തിന്റെ അടയാളം ഒരു ലമ്മ്. അപ്പം ഇവിടെ കെസർ ഒന്ന് എന്താ? നമ്മളെ വേറെ ലമ്മോട്ട് പറഞ്ഞു കെസർ സ്വീകരിക്കില്ലെന്ന്. അപ്പൊ ഇലാ ഷയാത്തീനിൻ എന്ന് പറയൂ, അല്ലെങ്കിൽ ഇലാ ഷയാത്തീനി എന്ന് പറയൂ. പറയുമോ ഇല്ലേ? അപ്പൊ നമ്മൾ കെസർ സ്വീകരിക്കില്ല എന്ന് പറയാൻ കാര്യം എന്താ? ഉസ്താദ് പറഞ്ഞു കെസർ സ്വീകരിക്കില്ല. ഇതാ സന്ദർഭത്തിൽ വരുമ്പോഴാ ഇവിടെ ഇതാ സന്ദർഭത്തിൽ വന്നുകൊണ്ടാണ് ശൈത്താൻ ശൈത്താനെ വേറെ ഒന്നിലേക്ക് ഇദാഫത്ത് ചെയ്താൽ കെസർ സ്വീകരിക്കും. അൽ വന്നാൽ കെസർ സ്വീകരിക്കും. കെസർ സ്വീകരിക്കാത്ത പദങ്ങൾക്ക് അൽ വരികയോ അടുത്ത വാക്കിലേക്ക് ഇദാഫത്ത് ചെയ്യുകയോ ചെയ്താൽ കെസർ സ്വീകരിക്കും. കെസർ സ്വീകരിക്കാത്ത, അതായത് നിങ്ങൾ ചോദ്യം മനസ്സിലാക്കി. നേരത്തെ പോലെ കഥ അറിയാതെ കളി കാണരുത്. കെസർ സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞത്. കെസർ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എപ്പോഴാ കെസർ വരുന്നത്? കെസർ സ്വീകരിക്കില്ല എന്ന് പറയാൻ കാരണം എന്താണ്? അൽ വന്നതോ അൽ കെസർ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ കാരണം കെസർ വരേണ്ട സമയത്ത് കെസർ വരൂല്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ല. മനസ്സിലാകാത്ത എന്താ? ഇല വന്നാൽ കെസർ വരണം.
ഇല വന്നാൽ കെസർ വരണം. കെസർ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ ഇല വന്നാൽ കെസർ വരില്ല. ഒരു എക്സാമ്പിൾ പറയാം ഉസ്താദ്. എക്സാമ്പിൾ ഇലാ ഷയാത്തീന. ഇലാ ഷയാത്തീന കെസർ വരില്ല. ഇലാ ഷയാത്തീനി എന്ന് പറയില്ല. എന്താ പറഞ്ഞ മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായോ? അതനുസരിച്ച് ആ കെസർ വരാത്തതിനൊരു ഉദാഹരണം, ഒരു വേർഡ് ഇലാ ഷയാത്തീന. ഇലാ ഷയാത്തീന. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഇവിടെ വന്നതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. ഇവിടെ വന്നതിന്റെ കാരണമാണ് പറയുന്നത്. പറയുന്ന കേക്ക്, അടുത്തതിലേക്ക് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്, ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നാമത്തിന്റെ അവസാനം ഹിം സർവനാമം വന്നാൽ അതെന്താണ്? ഇലാഫത്താണ്. ക്രിയയുടെ അവസാനം സർവനാമം വന്നാൽ മഫ്ഊൽ ബിഹിയാണ്. രണ്ട് നോട്ട് ചെയ്തോളണം കേട്ടാ. അന്ന് നമ്മളിത് പറഞ്ഞു തന്നിട്ടില്ല. ക്രിയയുടെ അവസാനം സർവനാമം ചേർന്ന് വന്നാൽ അത് മഫ്ഊൽ ബിഹിയാണ്. നാമത്തിന്റെ അവസാനം സർവനാമം വന്നാൽ അത് ഇലാഫത്താണ്. മലയാളം എന്തോ? മഫ്ഊൽ ബിഹിയുടെ മലയാളം من سألت ആരാ ചോദിച്ചത്? അപ്പൊ ഇത്രയും നാൾ നിങ്ങൾ മഫ്ഊൽ ബിഹി എന്ന വാക്ക് കേട്ടിട്ടേ ഇല്ല. കേട്ടിട്ടുണ്ട്. നിങ്ങൾ മലയാളത്തിലാണ് പഠിച്ചത്? അല്ല, ഇനി അത് ശരിക്കും വേറെ അല്ല. നമ്മൾ ഇതുവരെ എല്ലാത്തിനും അങ്ങനെ പറയുന്നുണ്ട്. ഇനി അങ്ങോട്ട് മഫൂലും ബി അങ്ങനെയൊക്കെ പറയുന്നതാണ് നല്ലത്. അപ്പൊ നമുക്കും കാരണം എന്താണ്, ഇത് ടെക്നിക്കൽ വാക്കാണ്. ഇതാണ് ശരിക്കും വാക്ക്. മഫൂലും ബി അങ്ങനെ പറയുന്ന കേക്കട്ടെ. മഫ്ഊൽ ബിഹി നമ്മൾ ക്ലാസിന്റെ അവസാനം ഫൈനൽ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ വെബിനാർ ക്ലാസ്സിൽ പഠിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മള് വാട്സാപ്പിൽ പഠിച്ചതാണ്. നിങ്ങൾ ഇത് നോക്കിയിട്ടല്ലേ വെബിനാർ ചേരാഞ്ഞത്? അല്ല, അങ്ങനെ ഒരു കാര്യം പറ്റിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ വാട്സാപ്പിൽ പഠിച്ചപ്പോഴേ നമുക്ക് പിന്നീട് ആയപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ ഇനി ഫായില് മഫൂലും ബി അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ഫേലും ഫായിലും മാളി മുളാരി അങ്ങനെ പറഞ്ഞാൽ മതി. നമുക്കിനി മലയാളം വേണ്ട. മലയാളത്തിന്റെ വാക്ക് അറബി പറഞ്ഞു തന്നിട്ട് പഠിപ്പിച്ചാൽ മനസ്സിലാവും. ഇനി പറയണ്ടല്ലോ, ഇപ്പൊ തീർന്നല്ലോ. മൊത്തത്തിലൊന്ന് അറബി പറഞ്ഞു മനസ്സിലാവും. ഒരു സ്ലൈഡ് ഈ വേർഡുകൾ ഞങ്ങൾ ഇതുവരെ ശീലിച്ചത് ഇതാണ്. അതുകൊണ്ടാണ് കുറ്റമല്ലത്. ഞങ്ങളെല്ലാം മാത്രമാണ് പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ള അറബി വേർഡുകൾ. പൂർണ്ണക്രിയ, അപൂർണക്രിയ, കൽപ്പനക്രിയ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അതൊക്കെ മാവിയായി. മഫൂലും ബിഹി എന്നൊക്കെ പറയുമ്പോ അത് മലയാളത്തിലൊന്ന് ഇട്ട് തന്നാൽ നല്ല മനസ്സിലാവും. ഓക്കെ വരും. ഇലാ ഷയാത്തീനിഹിം. അപ്പൊ ഷെയ്ത്താൻ എന്തുകൊണ്ട് കസ്ർ വന്നു? ഇലാഫത്ത് ചെയ്തുകൊണ്ട്. പിന്നെ എപ്പോഴാ കസ്ർ സ്വീകരിക്കാത്ത പദത്തിന് കസ്ർ വരിക? ഇല വന്നതുകൊണ്ട്. പിന്നെ എപ്പോഴാണ് കസ്ർ സ്വീകരിക്കാത്ത പദത്തിന് കസ്ർ വരിക? അൽ ചേർന്ന് വന്ന. കസ്ർ സ്വീകരിക്കാത്ത പദം എന്ന് പറഞ്ഞാൽ കസ്ർ സ്വീകരിക്കാത്ത പദം കസ്ർ വരുത്തേണ്ട പദം വന്നാലും കസ്ർ വരൂല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇല വന്നാലും അല വന്നാലും കസ്ർ വരൂല്ല, കസ്ർ സ്വീകരിക്കാത്ത പദത്തിൽ. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ വീണ്ടും ഇല വന്നാലാണ് കസ്ർ സ്വീകരിക്കുക എന്ന് പറയരുത്. കസ്ർ സ്വീകരിക്കാത്ത പദം എപ്പോഴാണ് കസ്ർ സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ അൽ വരിക, അല്ലെങ്കിൽ ഇളാഫത്ത് ചെയ്യുക. ഓക്കെ. ഖാലു ഇന്നാ മഅക്കും ഇദാ ലഖുല്ലദീന ആമനു വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം. അവർ അവരുടെ ചെകുത്താന്മാരുടെ ഒപ്പം കൂടിയാൽ എന്ന് പറഞ്ഞാൽ ഏത് ശൈത്താനെ കുറിച്ചായിരിക്കും ഇവിടെ പറഞ്ഞത്? ഷയാത്തീൻ മിനൽ ഇൻസ്. അപ്പൊ
മനുഷ്യന്മാരിലുള്ള ഷെയ്ത്താനാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പ്രവേശിക്കുന്നതിനെ തടയിടുകയും അല്ലെങ്കിൽ ഇസ്ലാമിൽ പ്രവേശിക്കുന്നവരെ മർദ്ദിക്കുകയും ഇസ്ലാമിൽ പ്രവേശിക്കുന്നതിനെ തടയിടുകയും ഇസ്ലാമിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയും ഇസ്ലാമിൽ ഏത് നിലയ്ക്കും തകർക്കാൻ നോക്കുകയും ചെയ്യുന്ന തലതൊട്ടപ്പന്മാരുണ്ടാവും. അതിന് മുൻപന്തി നിൽക്കുന്നവരെയാണ് ഇവിടെ ശയാത്തീൻ എന്ന് പറഞ്ഞത്. മറ്റുള്ള അണികൾ എന്താണ്? അണികൾ മറ്റു നേതാക്കന്മാര് പറയുന്ന പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നേതാക്കന്മാരെയാണ് ഈ പറഞ്ഞത് ശയാത്തീൻ എന്ന്. ഒക്കെ തിന്മയുടെ വക്താക്കൾ, അതായത് തിന്മയുടെ നേതാക്കന്മാരെയാണ് ശയാത്തീൻ എന്ന് പറയുന്നത്. ഇതാ ശയാത്തീനിഹം, അവരുടെ ചെകുത്താന്മാരുടെ ഒപ്പം കൂടിയാൽ ഖാലു ഇന്നാ മഅക്കും, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ നേതാവേ, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. എന്നിട്ട് പറയും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ അവരെ പരിഹസിക്കുകയായിരുന്നു. ഏത് ഗ്രൂപ്പാണ്? ഇസ്തിഖാമ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയാറില്ല. കാരണം ഒരു കാരണം അതിൽ അലിഫ് വന്നിരിക്കുന്നത്, മറ്റൊരു കാരണം നമ്മൾ ആദ്യം പഠിച്ചതിനെയാണ് ഗ്രൂപ്പ് ലീഡറായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ അല്ലാഹു യസ്തഹ്സി ബിഹിം. അപ്പൊ മുസ്തഹ്സി എന്ന് പറഞ്ഞത് അതിന്റെ ഇസ്മുൽ ഫായിലാണ്. ഇസ്മുൽ ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്തൃനാമം കേട്ടാ, കർത്തൃനാമം. ഈ സിലബസ് ഒക്കെ പരിഷ്കരിക്കുമ്പോഴേ നിങ്ങൾ ഒരു പുതിയ പുസ്തകം വാങ്ങിച്ചു തരണം. കാരണം അത് 50 രൂപ 100 രൂപ അല്ലെങ്കിൽ 500 രൂപ നോക്കിയിട്ട് കാര്യമില്ല. ഒരു ദിവസം നമ്മൾ 500 രൂപയുടെ മീൻ വാങ്ങിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ പോകേണ്ടിരുന്ന 10 നോട്ട് എവിടെ പോയെന്ന് അറിയില്ല. ഇവിടെ ഉണ്ട്, നിങ്ങൾ വാങ്ങണം. അത് പറഞ്ഞാൽ മതി, മേടിക്കുമല്ലോ. അന്നൊരു ദിവസം മീൻ മേടിക്കുന്നില്ല. പുതിയ ബുക്ക് 1 മുതൽ 3 വരെയുള്ള, അതായത് 4ാമത്തെ സെമസ്റ്റർ വരെയുള്ളത് അതിലൊക്കെ പുതിയ ടെർമിനോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് മോസ്റ്റ് സ്യൂട്ടബിൾ വാക്കുകളാണ് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്നത്. അതിനാൽ കർത്തൃനാമം എന്ന് പറയുന്നത് ആദ്യത്തെ പുസ്തകത്തിൽ കർത്താവ് എന്ന് കൊടുത്തിരുന്നു. കർത്താവ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ സെന്റൻസിലെ കർത്താവ് വരുമ്പോഴത്തേക്ക് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. സെനൻസിലെ കർത്താവ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ കർത്താവ് ഫായിലാണ്. പക്ഷെ അത് വെർബിന്റെ, അത് ഒരു ഫിഅലിന്റെ ഫായിലിന് എന്ത് പറയണം? ഇസ്മുൽ ഫായിൽ എന്ന് പറയണം. അപ്പൊ എന്താണ് മോസ്റ്റ് സ്യൂട്ടബിൾ മലയാളം വേർഡ്? കർത്തൃനാമം. ഇസ്മുൽ ഫായിൽ, കർത്തൃനാമം. അപ്പൊ സിലബസ് പരിഷ്കരിക്കുമ്പോ ഞങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഈ ബുക്കൊന്നും വേണ്ട എന്ന് ചില ആൾക്കാർ വിചാരിക്കും. ഇതൊക്കെ ബിസിനസ് ആണെന്ന് നമ്മൾ വിചാരിക്കും. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു. ഈ ഫായിലിന്റെയും ഇസ്മു ഫായിലും ഫായിലും തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. ഇസ്മുൽ ഫായിൽ എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ഫായിലു യജീഉ മിനൽ ഫിഅൽ. ഇസ്മുൽ ഫായില് ഫിഅലിൽ നിന്നും വരുന്നതാണ്. ഫാത്തഹയുടെ ഇസ്മുൽ ഫായിലാണ് ഫാത്തിഹുൻ. അതേസമയം ഇവിടെ നമ്മൾ ഒരു സെന്റൻസ് വരുമ്പോൾ, ഒരു ജുംല വരുമ്പോൾ ഇദാ ലഖുൽ ലദീന ആമനൂ ഖാലു ആമന്ന വഇദാ ഖലൂ ഇലാ ശയാത്തീൻ ഇദാ ലഖുൽ ലദീന ആമനൂ. അപ്പോ ഇദാ ലഖൂ മൻ ഹിയ الفاعل؟ ലാഖിന. ഇദാ ലഖുൽ ലദീന ആമനൂ മൻ ഹുവ الفاعل؟ الذين آمنوا. الذين إذا لقوا അവർ കണ്ടുപിട്ടിയാൽ മൻ الذين. പറഞ്ഞേ മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായി. أين ذهبت يا أختي؟ ജുംലയായിട്ട് വരുമ്പോൾ كنت في الدرس. ദർസിൽ തന്നെ ഉണ്ടോ? ഉണ്ട്, പക്ഷേ ذهبت إلى المطبخ. ഈ ജുംലയുടെ ഫായിലായിട്ട് വരുമ്പോ അതിന് അത് ഉസ്താദ് പറയട്ടെ. അതൊന്നുകൂടെ പറഞ്ഞാൽ മതി കേട്ടോ. മനസ്സിലായില്ലെന്ന് പറയരുത്. മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഒരു നെഗറ്റീവ് സ്ട്രോക്ക് വീഴും. ഓ, എനിക്കിത് മനസ്സിലാവില്ല. മനസ്സിലാകാത്തതായി ഒന്നും തന്നെ ഇല്ല. ഒരാൾക്ക് മനസ്സിലാകുമെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകും. ഇതാണ് തിയറി.
വെള്ളക്കാരൻ പറഞ്ഞത് ഇഫ് വൺ മാൻ ക്യാൻ ഡു വൺ തിങ് എവരിബഡി ക്യാൻ ഡു ദ സെയിം തിങ് വിത്ത് ദ ട്രെയിനിങ്. അപ്പൊ 10 പേര് 40 പേരുള്ള ക്ലാസ്സിൽ ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ബാക്കി 39 പേർക്ക് മനസ്സിലാക്കണം. ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ച് ഒരാൾ ആൻസർ പറഞ്ഞാൽ എവരിബഡി ഹാസ് അണ്ടർസ്റ്റുഡ് എന്ന് മനസ്സിലാക്കും. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരു ജംലയിൽ ഇപ്പൊ ജാ നാസിറുൻ എന്ന് പറഞ്ഞു, ജാ നസ്റുല്ലാ എന്ന് പറഞ്ഞു. ജാ നസ്റുല്ലാ, മൻ ഹുവൽ ഫാഇൽ? ജാ നസ്റുല്ലാ, മൻ ഹുവൽ ഫാഇൽ? ജാഅയാണ് ഫാഇൽ. അല്ലല്ല, നിങ്ങൾ നേരത്തെ ഖുർആൻ അള്ളാഹ് പറഞ്ഞല്ല, ആണല്ലോ. ഫൈനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ തിരിച്ചു വാങ്ങിച്ചിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യും. അത് ജുംലയുടെ ഫാഇലാണ്. ശരിക്കും എല്ലാം കൂടി ആയിട്ട് എല്ലാരും കൂടെ ആയിട്ട് പറയണ്ട. ജുംലയുടെ ഫാഇൽ, ജുംലയുടെ ഫാഇൽ എന്ന് പറഞ്ഞാൽ നസ്റാണ്. ജാ ഫിഅൽ മാളി, പൂർണ്ണക്രിയ വന്നാൽ അതിന്റെ ഫാഇലിനെ നോക്കണം. പൂർണ്ണക്രിയ വന്നാൽ അതിന്റെ ഫാഇലിനെ നോക്കണം. എവിടെ നോക്കണം? ജുംലയിൽ നോക്കണം. ജുംല സെന്റൻസിൽ നോക്കണം. അപ്പോ സെന്റൻസിൽ സബ്ജക്റ്റ് കർത്താവ്. അതായത് ഞാൻ ഒരിക്കൽ കർത്താവ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് പിന്നെ ഫായിലും ഇസ്മുൽ ഫായിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കർത്താവും. അപ്പൊ കർത്താവ് കർത്തൃനാമം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതാണ് ഇടയ്ക്ക് നിങ്ങൾ വേറെ എവിടെ പോകരുത്. ആരുടെയും കയ്യിൽ പേനയുണ്ടോ? കലമുൻ ഔ മിർസമുൻ ഔ കലം റസാസുൻ എല്ലാം തറയിക്ക് വെച്ചോ. ഈ രണ്ടാമത് ചോദിച്ചവരുടെ കയ്യിലൊക്കെ പേന ഉണ്ടായിരുന്നോ? മനസ്സിലായില്ലെന്ന് പറഞ്ഞവരുടെ കയ്യിൽ പേന ഉണ്ടായിരുന്നോ? ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു, മനസ്സിലായില്ല എന്ന് പറഞ്ഞവരോട് പേന തറയിക്കാൻ പറഞ്ഞു. ലാ തക്തുബു ഖിലാല ദർസ്, പാഠത്തിന്റെ ഇടയിൽ നിങ്ങൾ എഴുതരുത്. വീഡിയോ മറത്തൻ സാനിയ വക്തുബ, രണ്ടാമത് കേൾക്കണം, എഴുതണം. ഓക്കെ. നസ്റുല്ലാഹിൽ എന്താണ് ഫായില്? ഫായിൽ. മാഹിയ അലാമത്തുൽ ഫായിൽ, ഫായിലിന്റെ അടയാളം എന്താണ്? ലമ്മത്ത്. അപ്പൊ ഒരു ജുംല കണ്ടാൽ ലമ്മത്തുള്ള നാമം അവിടെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ അവിടെ ഉണ്ട് ജാ നസ്റു, അതെന്താണ്? ജുംലയുടെ ഫായിലാണ്. അതാണ് ജുംലയുടെ കർത്താവ്, ആ സെന്റൻസിലെ കർത്താവ്. ജാ നസ്റുല്ലാഹി, മൻ ജാ നസ്റു. അപ്പൊ നസ്റാണ് ഫാഇൽ, ജുംലയുടെ ഫാഇൽ. ഓക്കെ. അതേസമയം ഫതഹ എന്ന ഒരു ഫെയിൽ എടുത്തു. മാഹിയ ഫാഇൽ ഫതഹ, ഫതഹയുടെ ഫാഇൽ ഫാത്തിഹ. അവിടെ ഇസ്മുൽ ഫാഇൽ എന്നല്ല പറയുക, സോറി, അവിടെ ഇസ്മുൽ ഫാഇൽ എന്നാണ് പറയുക. ജുംലയിൽ ഇസ്മുൽ ഫാഇൽ എന്നല്ല പറയുക, ഫാഇലുൽ ജുംല എന്നാ പറയുക. ജുംലയിലെ ഫാഇൽ അല്ലെങ്കിൽ ഫെയിലിന്റെ ഫാഇൽ. യാ എന്ന ഫെയിൽ വന്നു, ഫെയിൽ വന്നപ്പോ അവിടെ ജുംലയിൽ ഫാഇൽ വേണം, ഒരു കർത്താവ് വേണം. അതിന്റെ കർത്താവ് നസ്റാണ്. അതേസമയം ഒരു ഫെയിൽ കിട്ടി, ഫതഹ എന്ന ഫെയിൽ കിട്ടിയാൽ ആ ഫെയിലിൽ നിന്നും നമുക്ക് അതിന്റെ ഫാഇലിന്റെ വസ്നിനെ ഉണ്ടാക്കാം, ഫാഇലിന്റെ രൂപത്തെ ഉണ്ടാക്കാം. അതിനെന്ത് പറയും നമ്മള്? കർത്തൃനാമം. കർത്തൃനാമം എന്ന് പറയും, കർത്തൃനാമം എന്ന് പറയും. അതാണ് ഇസ്മുൽ ഫാഇൽ.
അപ്പൊ ഇസ്മുൽ ഫാഇൽ അല്ലെങ്കിൽ കർത്തൃനാമം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന കർത്താവിന്റെ രൂപത്തിന്റെ ആ നാമം, അതിനാണ് കർത്തൃനാമം എന്ന് പറയുന്നത്. അത് എന്തല്ല, ജുംലയിലെ ഇസ്മല്ല, ജുംലയിലെ ഫായിലല്ല, മറിച്ച് ആ ഫെയിലിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഇസ്മുൽ ഫായിലാണ്, ഫായിലിൻ്റെതായ രൂപത്തിലുള്ള നാമം. അത് രണ്ടും കൂടെ പിന്നെ മിക്സ് ചെയ്യരുത്. അത് വേറെ ഉദാഹരണമായിട്ട് പഠിച്ചാൽ അത് അങ്ങനെ വേണ്ട പഠിച്ചിരിക്കുക. അതിൽ തന്നെ വേറെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതാണോ അതാണോ ഇതാണോ ഇപ്പൊ ജനിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഇത് പാഠത്തിന്റെ ഒരു ലക്ഷ്യമാണ് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ പഠിച്ച വ്യാകരണങ്ങൾ ഉറപ്പാക്കുക. നിങ്ങൾ രണ്ടാമത് ചോദിച്ചത് ഞാൻ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നിങ്ങൾ പേടിക്കുന്നുണ്ട്. ഇതിന്റെ ലക്ഷ്യം തന്നെയാണ്, നിങ്ങൾ ഉറച്ച് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ആ പഠിച്ച ഗ്രാമറൊക്കെ നമ്മൾ പരീക്ഷ എഴുതി ജയിക്കാൻ വേണ്ടിയുള്ള ഗ്രാമർ ആയിരുന്നു. ആ ഗ്രാമറൊക്കെ പല ഗ്രാമറും രണ്ടാമതും സെയിം ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചിരുന്നതൊക്കെ നമുക്കറിയാം. കാരണം അത്രയും പഠിച്ചു വെക്കുക. ഒരു സെന്റൻസ് തന്നാൽ ആ സെന്റൻസ് തന്നെ പിന്നെ പരീക്ഷയ്ക്ക് എല്ലാ പരീക്ഷയ്ക്ക് അതും ചോദ്യം തന്നെ ഉണ്ടാവും. കാരണം അത്രയും ഭാഗം പഠിച്ചു വെച്ചാൽ പിന്നെ ബാക്കിയൊന്നും മറക്കില്ല. അതാണ് നമ്മളെ പോളിസി. പിന്നെ എവിടെ വന്നാലും അത് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോഴേ അള്ളാഹു യസ്തഹ്സിഉ ബിഹിം, അല്ല അതെ, അപ്പൊ ഇലാ ഷയാത്തീനിഹിം വന്നു. ഷയാത്തീനിന് കസ്റ വന്ന് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞത്? ചെയ്യപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ മുസ്തഹ്സിഉൻ എന്നത് ഇനി എന്ത് പേര് പറയാം നമുക്ക്? മുസ്തഹ്സിഉൻ ഇസ്മുൽ ഫാഇലു മിൻ, ഇസ്മുൽ ഫാഇലു മിൻ ഇസ്തഹ്സഅ, മിൻ ഇസ്തഹ്സഅ. ഇസ്തഹ്സഇൽ നിന്നുള്ള ഇസ്മുൽ ഫാഇലാണത് മുസ്തഹ്സിഉൻ. നഹ്നു മുസ്തഹ്സിഊൻ വഹിയ ജംഉൻ, ജംഉ മുദക്കർ സാലിം. നഹ്നു മുസ്തഹ്സിഊൻ. ജമ്മു മുദക്കർ സാലിം ഒന്നും നമ്മൾ പഠിച്ചില്ലല്ലോ. സാലിം ജമ്മു പറഞ്ഞല്ല, മനസ്സിലായില്ല? ജമ്മു പറഞ്ഞപ്പോ അതൊക്കെ നമുക്ക് കുറേശ്ശെ പഠിക്കാം. ഇപ്പൊ ഈ സംഗതികളൊക്കെ നമ്മൾ കേട്ട് പഠിക്കുക, പിന്നെ കുറേശ്ശെ ആ അതാണ് പറഞ്ഞ. ഇടയ്ക്ക് ഈ ഫൈനൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് സംഭവം ഉണ്ട്. ഒന്ന് തദബ്ബുർ ഖുർആൻ ചെയ്യണം, പിന്നെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് അറബിക്ക് ചെയ്യണം. അതായത് ആദ്യം നിങ്ങൾ ഡിപ്ലോമ, ഇപ്പൊ തദബ്ബുറിൽ വരുമ്പോഴത്തേക്ക് അഡ്വാൻസ്ഡ് ഡിപ്ലോമ, കമ്മ്യൂണിക്കേറ്റീവ് അറബിയും കൂടെ ആകുമ്പോഴത്തേക്ക് ഗ്രാജുവേഷൻ ആയി. അള്ളാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും. അപ്പൊ അള്ളാഹു യസ്തഹ്സിഉ, യസ്തഹ്സിഉ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ അവൻ പരിഹസിക്കുന്നു. അള്ളാഹു യസ്തഹ്സിഉ ബിഹിം, അവരെ പരിഹസിക്കുന്നു. വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. വയമുദ്ദുഹും, അവരെ മദ്ദാക്കുന്നു. മദ്ദയമുദ്ദു, മദ്ദയമുദ്ദു എന്ന് പറഞ്ഞാൽ നീട്ടി, മദ്ദാക്കുന്നു. അയച്ചു എന്ന് പറഞ്ഞാൽ അയച്ചു വിട്ടിരിക്കുന്നു. അയച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീട്ടി വിട്ടിരിക്കുന്നു. അങ്ങനെ അയച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയച്ചു തന്നെ വിട്ടു അയച്ചതല്ല, അങ്ങനെയല്ല അയച്ചതല്ല പറഞ്ഞത്, അയച്ചു വിട്ടിരിക്കുന്നു. അല്ല, അയച്ചു വിട്ടു എന്ന് പറയും. അത് നമ്മൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പരിഭാഷ നോക്കി പഠിച്ചതാണോ, അത് ശരിക്കും അതിന്റെ അർത്ഥം നേരത്തെ ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പഠിച്ചിട്ടുള്ള അങ്ങനെ ഉണ്ട്. അപ്പൊ നേരത്തെ പഠിച്ചതെല്ലാം നമ്മൾ എന്ത് ചെയ്യാ? മായ്ച്ചു കളയുക, ഡിലീറ്റ് ചെയ്യുക. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോഴത്തേക്ക് ആദ്യം എന്ത് ചെയ്യും? അവിടെ എഴുതിയിരിക്കുന്ന എല്ലാം മായ്ച്ചു കളയും. എന്നിട്ട് ഞാൻ എന്റെ വിഷയമാണ് പഠിപ്പിക്കുന്നത്. അന്നേരം അവിടെ നേരത്തെ സയൻസും കണക്കൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അണ്ടർസ്റ്റാൻഡ് വരാൻ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ആ കണക്ക് ഒരു സ്ഥലത്ത് ഇപ്പുറത്തെ സയൻസ് അതിന്റെ ഇടയിൽ കൊണ്ട് അണ്ടർസ്റ്റാൻഡ് വരാൻ എഴുതിയാലും വലിയ മനസ്സിലാവും. അപ്പൊ നേരത്തെ പഠിച്ചതൊക്കെ മറന്നു കളയുക, ട്രാൻസ്ലേഷൻ വായിച്ചതൊക്കെ മറന്നു കളയുക. ഞാൻ ട്രാൻസ്ലേഷനുള്ള വാക്ക് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എന്റെ കയ്യിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്, എന്റെ മുന്നിലും ട്രാൻസ്ലേഷൻ ഉണ്ട്, പിന്നിലും ട്രാൻസ്ലേഷൻ ഉണ്ട്, ഒരുപാട് ട്രാൻസ്ലേഷൻ ഉണ്ട്, ഈ ലാപ്ടോപ്പിലും ട്രാൻസ്ലേഷൻ ഉണ്ട്, പല ട്രാൻസ്ലേഷൻ അതിനകത്തുണ്ട്.
അതിലുള്ള വാക്കുകൾ പറയാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പലരും ആ വാക്കുകൾ വായിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ ആണെന്ന് വിചാരിച്ചാൽ അതിന്റെ മാവിയും മുന്നാരിയും അമ്പറൊന്നും നിങ്ങൾക്ക് തിരിയൂല. അതേസമയം മദ്ദ നീട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഇതിലുണ്ട് മദ്ദുണ്ട്, നീട്ടിക്കൊടുത്തു, അവര് നീട്ടിക്കൊടുത്തു എന്ന് പറയില്ലേ, അതാണ് ഇവിടെ പറഞ്ഞത്. തുകയാന്റെ മാവി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ തുകയാൻ ത്വക എന്ന് പറഞ്ഞിട്ട് അതിന്റെ തുകയാൻ എന്ന് തുകയില് തുകയാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബഹുവചനമല്ല, തുകയാൻ എന്ന് പറയുന്നത് അതിന്റെ ക്രിയാധാതുവാണ്. അതെന്താണ്? കുഫ്രാൻ പോലെ പറയട്ടെ, കുഫ്രാൻ പോലെ ആധിക്യത്തിന്റെ ക്രിയാധാതുവാണ്. ഖുർആൻ പോലെ തുകയാൻ, ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കപ്പെടുന്ന പറഞ്ഞാല് വായിക്കൽ. നിങ്ങൾ ഒരു 1000 പ്രാവശ്യം ഖുർആൻ വായന എന്നല്ല, മാത്രമല്ല ഖറഅയുടെ പട്ടിക നിങ്ങൾ 1000 പ്രാവശ്യം എഴുതണം. ഖറഅയുടെ വായിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാരാ? വായിക്കപ്പെടുന്നു പറഞ്ഞാരാ? നിങ്ങൾ പറയും കേക്കട്ടെ. പിന്നെ അപ്പൊ നിങ്ങൾ ഖറഅയുടെ പട്ടിക 1000 പ്രാവശ്യം എഴുതണമെന്നാ പറഞ്ഞത്. മറ്റേ ഇതല്ലേ അതിന്റെ പെടുന്നുള്ള വാക്ക് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? കിട്ടി പെടുന്നുള്ള വാക്ക്? പെടുന്നുള്ള വാക്ക് എവിടെ നിന്ന് കിട്ടി? അന്ന് പറഞ്ഞു നോക്കിയേ. ഖറഅ അതിന്റെ കർത്താവ്, ഖറഅയുടെ കർത്താവ് അർത്ഥം എന്ത്? നിന്നെ ഒരാൾ മാത്രം ഖറഅയുടെ കർത്താവ് നിന്നെയാണോ പറയുന്നത്? അല്ല ഉസ്താദേ, നിന്നെയാണ് ചോദ്യം. ഞാനാണ് പറയേണ്ടത്. ഓക്കെ, അർത്ഥം വായിക്കുന്നവൻ, അതിന്റെ കർമ്മം, അതിന്റെ കർമ്മം. കർത്താവ് കഴിഞ്ഞാൽ കർമ്മം. അപ്പൊ മക്രൂവിന്റെ അർത്ഥം വായിക്കപ്പെട്ടത്. ഒരാളെ പറയാ, വേറെ ആളും ചോദിച്ചില്ല. ബാക്കി ക്രിയാധാതു ഖിറാഅത്തുൻ വായന, ഖുർആനുൻ അധിക വായന. ഞാൻ വായന അവിടെ അർത്ഥം ചോദിച്ചില്ല. ഖിറാഅത്തുൻ ഖുർആനുൻ, ഇതാണ് വായന. ഖിറാഅത്തുൻ ഖുർആൻ ഇങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ടേബിളില്. പിന്നെ അതിൽ പലപ്പോഴും പരീക്ഷയ്ക്ക് ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ട്. അവിടെ ഉസ്താദ് അധിക വായന എന്ന് പറഞ്ഞത്. അധിക വായന എന്ന് പറഞ്ഞാൽ ശരി തന്നെ, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് പറഞ്ഞതാണ് തെറ്റിയത്. അധികം വായിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ തെറ്റിയത്. അധിക വായന എന്നുള്ളത് കറക്റ്റ് ആണ് അല്ലെ? അതെ. അധിക വായന നമ്മൾ പഠിച്ചില്ലല്ലോ. വായിക്കൽ പഠിച്ചിട്ടുണ്ടാവും. ഖറഅയുടെ പട്ടിക നമുക്ക് തന്നിരുന്നല്ലോ, വായന അല്ലെങ്കിൽ പാരായണം. അപ്പൊ ഖിറാഅത്തുൻ എന്ന് പറഞ്ഞാൽ വായന എന്നാണ്. അതിലെ വോയിസ് ക്ലിപ്പിൽ ഉണ്ടാകും കേട്ടോ, ഖുർആനിൽ അധികമായ വായന എന്ന്. അപ്പൊ നിങ്ങൾ വാട്സപ്പിൽ പഠിച്ചവർ അതിന്റെ വോയിസ് ക്ലിപ്പ് എടുത്ത് നോക്കുക. പറഞ്ഞിട്ടുണ്ട് അധിക വായന ഇല്ലാതെ പോകാൻ വഴിയില്ല. ഓക്കെ. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. അപ്പൊ അവരുടെ അത് പിന്നിൽ അത് പരമ്പരയുണ്ട്. അതല്ല, നിങ്ങളെ മൊബൈലിൽ കേട്ടതാണ്.
എനിവേ നിങ്ങൾ സീനിയർ സ്റ്റുഡന്റ് ആണെന്ന കാര്യം ഓർമ്മിക്കണം കേട്ടോ. എല്ലാം ഡിഗ്രി ആയി കഴിഞ്ഞ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഒന്നിനും അയച്ചു തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ സാധനം ഇവിടെ ഉണ്ട്, റെഡി ആയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ല. അയക്കാനുള്ള താമസമായിരിക്കും. ഞങ്ങൾക്ക് 2 എണ്ണത്തിന്റെ ഉണ്ടല്ലോ. നിങ്ങളെ പേപ്പർ ഇവാലുവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം എന്തെങ്കിലും ബാക്കിൽ നിങ്ങൾ അപശബ്ദങ്ങളൊന്നും ഉണ്ടാക്കരുത്, അപശബ്ദം ഉണ്ടാക്കുന്നത് തിരിക്കുകയും ചെയ്യും. അല്ലേ? അള്ളാഹു യസ്തഹ്സിഉഹും ഫീ തുഗ്യാനിഹിം. അപ്പോ തുഗ്യാൻ അവരുടെ അതിക്രമം, തുഗ്യാൻ എന്താണ്? മസ്ദറാണ്, ക്രിയാധാതു. തുഗ്യാൻ ക്രിയാധാതുവാണ്, മസ്ദർ. ക്രിയാധാതുവിന് മസ്ദർ എന്നാ പറയാ. അതിപ്പോ എഴുതണ്ട കേട്ടോ, എഴുതി വെക്കരുത്. അതായത് ഒരു ടെക്നിക്കൽ വാക്കുകളും ഇപ്പോൾ എഴുതരുത്. അൽബക്ക തദബ്ബറൊക്കെ തീരാൻ നേരത്തെ നമ്മൾ പറഞ്ഞ് എഴുതി വെക്കുക. ഇപ്പൊ കേട്ടു പഠിക്കുക. ഇസ്മു ഫാഇൽ, ഇസ്മു മഫ്ഊൽ ഇതൊന്നും എഴുതി വെക്കരുത്. ഇപ്പൊ ഒന്നും എഴുതാനുള്ള സംഭവമല്ല, സമയമല്ല, ആയിട്ടില്ലല്ലോ. ഇതില് പറഞ്ഞോ. അതന്നെയാണ് ഒരു ഫ്രേസ് ആയിട്ട് വരുന്നില്ലേ? അതെ, ഇസ്തഹ്സയുടെ കൂടെ വരേണ്ട പ്രിപ്പോസിഷനാണ് ബി. നമ്മളെല്ലാം കൂടെ 8 ദിവസം തന്നെ പറഞ്ഞിട്ട് തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അത് പിന്നെ വരും, മനസ്സിലായി. കാരണം ഇവിടെ അത് അറിയൽ നിർബന്ധമില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അള്ളാഹ് അവരെ പരിഹസിക്കുന്നു, അള്ളയാണ് അവരെ പരിഹസിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹ് ലഫ്ളൽ ജലാലത്ത് മുൻകടത്തി പറഞ്ഞത്. യസ്തഹ്സിഉല്ലാഹു എന്നാണ് ശരിക്കും ക്രിയ കഴിഞ്ഞിട്ടാണ് ഫാഇൽ വരേണ്ടത്. അള്ളാഹ് എന്തുകൊണ്ട് ഫാഇലിനെ മുന്തിച്ചു എന്ന് ചോദിച്ചാൽ എന്താണ്? അള്ളയാണ് അവരെ പരിഹസിക്കുന്നത്. അവര് വിശ്വാസികളെ പരിഹസിക്കുകയല്ല യഥാർത്ഥം ചെയ്യുന്നത്. അള്ളാഹ് അവരെയാണ് പരിഹസിക്കുന്നത്. വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅ്മഹൂൻ. അങ്ങനെയല്ലോ, നമ്മൾ ഒരാളെ തെറ്റ് ചെയ്യുമ്പോ വിചാരിച്ച് അവനെ വിട്ടേക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ശരിയാണ് ചെയ്യുന്നല്ല. മറിച്ച് എന്താണ്? അവനെ ചെയ്തോട്ടെ, അവനൊക്കെ അനുഭവിക്കാൻ കിടക്കണമെന്ന് പറയും എന്ന് പറഞ്ഞതുപോലെയാണ്. യഥാർത്ഥത്തിൽ അവര് വിചാരിക്കുന്നത് എന്താണ്? അവര് പറയുന്നത്, അവരുടെ അവരുടെ നേതാക്കന്മാരോട് അവർ പറയുന്നത്, ഞങ്ങൾ അവരെ പരിഹസിക്കുകയായിരുന്നു, കളിയാക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങളും വിശ്വസിച്ചു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹ്ക്കറിയാം അവര് പരിഹസിക്കുകയാണെന്ന്. അള്ളാഹ് എന്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ല, ഇവർ കപടവിശ്വാസികളാണ്, ഇവരെ താങ്കളുടെ സൊസൈറ്റിയിൽ നിന്നും മാറ്റി നിർത്തുക, അകറ്റി നിർത്തുക, ഇവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞ് മാറ്റി നിർത്തുന്നില്ല എന്ന് ചോദിച്ചാൽ അള്ളാഹ് എന്ത് ചെയ്യാണ്? യമുദ്ദുഹും ഫീ തുഗ്യാനിഹിം, അവരുടെ അതിക്രമത്തിൽ അവരെന്ത് ചെയ്യുന്നു? യഅ്മഹൂൻ, വിഹരിക്കുക എന്നാണ്. അമഹ യഅ്മഹു ആണ്. അമഹ യഅ്മഹു എന്നാണ്. ഫതഹ യഫ്തഹു ഗ്രൂപ്പിൽ പെട്ടതാണ്. അമഹ യഅ്മഹു എന്ന് പറഞ്ഞാൽ, അമഹ യഅ്മഹു എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. ഒറ്റ വാക്കർത്ഥം ലക്ഷ്യമില്ലാതെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒറ്റ വാക്കർത്ഥം നോട്ടർ എന്തായി ചെയ്യുന്നു? അമഹ യഅ്മഹു എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമില്ലാതെ പോവുക. അപ്പോ അള്ളാഹു യമുദ്ദുഹും ഫീ തുഗ്യാനിഹിം, അവരെന്താണ് അങ്ങനെ ഇവിടെ എന്താണ്? വിഹരിക്കുക എന്നാണ്. അവരുടേതായ അതിക്രമത്തിൽ എന്താണ്? യഥേഷ്ടം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫീ തുഗ്യാനിഹിം യഅ്മഹൂൻ ഉലൈക അല്ലദീന ഇശ്തറൗ ളലാലത ബിൽ ഹുദാ. ഉലൈക അവരാണ്, അല്ലദീന ഒരു കൂട്ടർ, ഇശ്തറൗ അവർ വിലയ്ക്ക് വാങ്ങി, അദ്ദലാലത വഴികേടിനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, ബിൽ ഹുദ നേർമാർഗം കൊണ്ട്. അവര് വിലയ്ക്ക് വാങ്ങിയിട്ട് ദിർഹമും ദീനാറും റൂബിയയും അല്ല കൊടുത്തത്. പിന്നെ എന്താ കൊടുത്തത്? അവര് ഹുദയാണ് അവർ കൊടുത്തത്. അവര് ഹുദ കൊടുത്തിട്ട് എന്ത് വാങ്ങി? ദലാലത്ത്. അതെ, ആ രണ്ട് വേർഡ്സ് ഓപ്പോസിറ്റ് ആവോ? ദലാലത്തും ഹുദ? അതെ, ഇല്ല, രണ്ടും ഓപ്പോസിറ്റ് ആണ്. ദലാലത്തും ഹുദായും.
വഴിതെറ്റിച്ചു. ഹിദായത്ത് എന്തായിരിക്കും? മാർഗസന്മാർഗം. ഹിദായത്ത് എന്ന് പറഞ്ഞാരാ? ഹിദായത്താ? ഹിദായത്ത് എന്ന് പറഞ്ഞല്ലോ. ആരും ഒരാൾ പറഞ്ഞു. പൗരുഷത്തോടു കൂടി പറയൂ, ഞാനാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. പുരുഷ സ്വരാണ് കേട്ടത്. ഹുദൻ വ ഹിദായത്തുൻ പഠിച്ചിട്ടില്ലേ നമ്മള്? അത് തന്നെ. ഹുദ എന്ന് പറഞ്ഞാൽ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. ഹുദ വിളിച്ചു എന്നാ. ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ ശരിയാവും. ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഹുദയിലെത്തുമോ? അത് പഠനത്തിന്റെ ധാരാളത്തിലേക്ക് എത്തും കേട്ടാ. അത് തെറ്റിപ്പോവും പഠനം. നാദായാണ് വിളിച്ചത് കേട്ടാ. നാദായാണ് വിളിച്ചത്. അപ്പോ ഇഷ്തറവു ദലാലത ബിൽ ഹുദ. അപ്പൊ അവര് എന്ത് ചെയ്തിരിക്കാണ്? ആരാണ് ഹുദ കൊടുത്തിട്ട് ദലാലത്ത് വിലയ്ക്ക് വാങ്ങിയത്? മുനാഫിഖൂനാണ്. അപ്പൊ അവർ ഇസ്ലാമിന്റെ ബൗണ്ടറിക്ക് അകത്താണുള്ളത്. അവരുടെ രജിസ്റ്റർ എടുത്ത് നോക്കിയാല് മുസ്ലിം എഴുതിയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ എല്ലാരും കൂടി പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഏതാ മനസ്സിലാകാത്തത്? ഇപ്പം പറഞ്ഞത് ആരാണ്? 9:30 വരെയുള്ള നമ്മുടെ ക്ലാസ് ഷെഡ്യൂൾ സമയം. പിന്നെ 15 മിനിറ്റ് ബോണസ് ആണ്. ആ ബോണസ് ടൈം കഴിഞ്ഞിപ്പോ. ആരാണ് വിലക്ക് വാങ്ങിയത്? ക്ഷമിക്കണം ഉസ്താദ്, ഇടയ്ക്ക് കയറി പറയുന്നതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഉസ്താദ് പറയുമ്പോ എല്ലാവരും കൂടി സംസാരിക്കുകയാണ്. വളരെ 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 സങ്കടമുണ്ട്. കാരണം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, സബ്ജക്ട് മനസ്സിലാകുന്നില്ല, എവിടെ വഴിതെറ്റി പോകുന്നുണ്ട് ഉസ്താദ്. ഈ ഡൗട്ട് സെഷൻ ആയിട്ട് സാർ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് തന്നാ മതി. അതാ നല്ലത്. കാരണം ഇടയിൽ എല്ലാവരും കയറി പറയുന്നോണ്ട് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക, വേറെ ഒന്നും അവര് പറയുന്നത് കേട്ടോണ്ടിരിക്കുക. ഓക്കെ, ആയിഷ പറയൂ, എന്താണ് മനസ്സിലാകാഞ്ഞത്? ഈ പറഞ്ഞു മറന്നുപോയി പെട്ടെന്ന്. ഇതൊരു ചന്ത പോലെയാണ് നടക്കുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല. ഈ പെണ്ണുങ്ങൾ പറഞ്ഞത് മനസ്സിലായി എനിക്ക്. ചോദിച്ചു ഉസ്താദ്, മുശ്രിക്കും കാഫിറും അത് പറഞ്ഞല്ലോ ഉസ്താദ്, അതില് ഏതാണെന്നാണ് ചോദിച്ചത്. ഞാൻ നിങ്ങളോട് തല്ലല്ലോ ചോദിച്ചത്. പക്ഷെ മറന്നുപോയി, ഈ സംസാരത്തിന്റെ ഇടയിൽ മറന്നുപോയി പോയി. ഇവിടെ ഒരു സംസാരവും അപശബ്ദവും ഉണ്ടായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഓരോരുത്തരും എന്താ പറയാ, സ്വയം നിയന്ത്രിക്കുക, സെൽഫ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. ക്ലാസ് ആകുമ്പോൾ, ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ 1 വേ ക്ലാസ് സംസാരിക്കുന്നതിൽ തന്നെ എനിക്ക് അറിയാൻ പറ്റില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇന്ററാക്ഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാകും, മനസ്സിലാക്കുക. പക്ഷെ എന്ത് ചെയ്യരുത്, ഓവറായിട്ട് സംസാരിക്കരുത്. നമ്മൾ സംസാരിക്കുന്നതിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പൊ സംസാരിച്ചിട്ടിരിക്കുകയാണ് ഞാൻ, ഇപ്പൊ ഞാനാണ് സംസാരിച്ചിട്ടിരിക്കുന്നത്, ഇപ്പൊ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ പറഞ്ഞത് ഇതാണ്. വലാലത്ത് എന്ന് പറഞ്ഞാൽ വഴികേടാണ്. ഹുദ എന്നത് നേർമാർഗമാണ്. ഹുദ എന്നത് വേറൊരാള് നാദയുടെ അർത്ഥം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല, അത് നാദ എന്നാണ് വാക്ക്. ഇതൊക്കെയാണ് പറഞ്ഞത്. ഇത് കോംപ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതിനിടയ്ക്ക് ചില സംസാരങ്ങൾ ഞാൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. മൈക്ക് ഓഫ് ചെയ്തുള്ള ഞാൻ കൺട്രോൾ ചെയ്യുക. ഉലൈക്കല്ലദീന ഇശ്തറവു ദലാലത, അവരെന്ത് ചെയ്തു, വഴികേടിനെ വിലയ്ക്ക് വാങ്ങി. ദലാലത്ത് ബിൽ ഹുദ, ഹുദ എടുത്തിട്ട്. അപ്പൊ ഇത് പറഞ്ഞത് കപടവിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞത്. ആരെ കുറിച്ചാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചു. അത് കപടവിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ചരിത്രം കഥ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കപടവിശ്വാസികളെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ, നമ്മൾ വ്യത്യസ്ത ഗ്രേഡിലുള്ള ആൾക്കാർ ഇതിലുണ്ട്. പലരും കഷ്ടപ്പെട്ട് പഠിച്ച് ഈ അവസ്ഥയിൽ എത്തിയവരാണ്. വേറെ ചിലര് എളുപ്പത്തിൽ പഠിച്ച് മനസ്സിലാക്കി വന്നവരുണ്ട്. അവര് മാർക്ക് കൂടുതൽ വാങ്ങിയവരുണ്ട്, ഗ്രേഡ് കുറഞ്ഞു വാങ്ങിയവരുണ്ട്. പലരും എല്ലാവരും എന്താണ്, ഫൈനൽ കഴിഞ്ഞവരാണ്. 1 or 2 പേര് ഞാൻ ഓപ്ഷണലായിട്ട് അവർ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നു, ഞങ്ങൾ എഴുതാൻ പറ്റിയില്ല, അങ്ങനെയുള്ള 1-2 കേസുകൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഫൈനൽ കഴിഞ്ഞവരാണ്.
ഇപ്പൊ കഷ്ടപ്പെട്ട് പഠിച്ചു വന്നവരാണ്. അവരുടെ ഉത്സാഹം കൊണ്ട് ചിലപ്പോൾ പറഞ്ഞു പോകുന്നതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ പഠനത്തിന്റെ താല്പര്യം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ചിലർ ടോക്കേറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയുള്ളവർ കുറച്ച് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യണം. എല്ലാവരും മൊത്തത്തിൽ പറഞ്ഞതാണ്. എല്ലാവരും എനിക്കറിയില്ല, മീൻസ് ഇൻഡിവിജ്വലായിട്ട് എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും പഠിച്ചു വന്നവരാണെന്നും ഈ സ്വരം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ടതാണെന്നും എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നത്. അപ്പോ ഇഷ്തറവു ദലാലത്ത്, അവർ ബിൽ ഹുദ, നേർമാർഗത്തിന് പകരം ദുർമാർഗത്തെ വിലയ്ക്ക് വാങ്ങിയവരാണ് എന്ന് പറയാൻ കാരണം അവർ ഹിദായത്തിലേക്ക് വന്നു. എന്നിട്ടും അവരെന്ത് ചെയ്തു? അവർ കാപട്യത്തിലാണ് നിലകൊള്ളുന്നത്. അതിനാൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ ദലാലത്തിന് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അവർ ഹുദയെ വിറ്റിരിക്കുകയാണ്, നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഫമാ റബിഹത് തിജാറത്തുഹും. റബിഹത്, റബിഹ യർബഹു, സമിഅ യസ്മഉ. റബിഹ എന്ന് വന്നാൽ നമുക്ക് നമ്മൾ പഠിച്ച കണക്കിനനുസരിച്ച് അപൂർണ ക്രിയ യർബഹു എന്ന് പറയും. സമിഅ യസ്മഉ. മാ റബിഹ, ലാഭകരമായില്ല. റബിഹത്ത് തിജാറത്തുഹും. തിജാറത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് റബിഹത്ത് എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിച്ചത്. തിജാറത്തുഹും. അപ്പൊ റബിഹത്ത് എന്താണ്? റബിഹത്തിന്റെ കർത്താവാണ് തിജാറത്ത്. ഇവിടെ ജുംലയിലെ കർത്താവാണ് തിജാറത്ത്, ഫായില്. ജുംലയിലെ ഫായില് റബിഹത്ത് എന്ന ഫെയിലിന്റെ ഫായില് തിജാറത്താണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവിടെ വന്നത്. അതേപോലെ റബിഹത്ത് എന്ന സ്ത്രീലിംഗം കൊടുക്കാൻ കാരണം കർത്താവ് തിജാറത്ത് ആയതുകൊണ്ടാണ്. റബിഹത്ത് തിജാറത്തുഹും, അവരുടെ കച്ചവടം ലാഭകരമായില്ല. ഒമാക്കാനു മുഹ്തദീൻ, അവർ നേർമാർഗം പ്രാപിച്ചവർ. മുഹ്തദീന്റെ പേര് മാലി എന്താണ്? ഇഹ്തദയുടെ ഇസ്മുൽ ഫായിലാണ് മുഹ്തദീൻ. മുഹ്തദുൻ അതിന്റെ ബഹുവചനമാണ് മുഹ്തദീൻ. അതിന്റെ ഇസ്മുൽ ഫായിൽ കർത്താവിനെ പറയുമ്പോൾ മുഹ്തദീൻ എന്ന് കസ്ര തൻവീനിട്ടിട്ടാണ് പറയുക. കസ്ര തൻവീനിട്ടിട്ടാണ് പറയുക. പിന്നെ മറ്റു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദ്യം ചോദിച്ച് മനസ്സിലാക്കാതെ ക്ലാസ്സിനകത്ത് പോയാൽ നിങ്ങൾ ചിലര് പഠിക്കും, ചിലര് പഠിക്കൂല. പഠിച്ചത് ആരാണ്, പഠിച്ച ആരാണ്, പഠിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നിലധികം ആൾക്കാർ മറുപടി പറയും എന്നത് സ്വാഭാവികമായും ക്ലാസിന്റെ ഒരു സംഭവം തന്നെയാണ്. അത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. വൺ വേ ടോക്ക് അല്ല. നമ്മൾ എന്താണ്, നമ്മൾ ആദ്യം മുതൽ നമ്മുടെ സക്സസിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വൺ വേ ടോക്ക് അല്ല എന്നതാണ്. നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഓൺലൈനിൽ ക്ലാസ് തുടങ്ങിയത് അണ്ടർസ്റ്റാൻഡ് ഖുറാനാണ്. പ്രത്യേകിച്ച് ഖുറാൻ ക്ലാസ് അണ്ടർസ്റ്റാൻഡ് ഖുറാനിന്റെ ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് വേറെ ഒരു മനുഷ്യന്റെയും ഖുറാൻ ക്ലാസ് മലയാള ലോകത്തില്ല. പിന്നെ ഇംഗ്ലീഷ് ലോകത്താണ് ഉള്ളായിരുന്നത്. അണ്ടർസ്റ്റാൻഡ് ഖുറാനായിരുന്നു ക്ലാസ്. അണ്ടർസ്റ്റാൻഡ് ഖുറാന്റെയാണ് ഓൺലൈൻ ഖുറാൻ പഠനം ആരംഭിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇത് ആരംഭിച്ചു. അണ്ടർസ്റ്റാൻഡ് ഖുറാൻ ഇംഗ്ലീഷിന്റെ ഓൺലൈൻ ഖുറാൻ പഠനത്തെക്കാളും ഇന്ററാക്റ്റീവ് ആണ് ഈ ക്ലാസ്. പിന്നെ നമ്മൾ കുറച്ചാളൊക്കെ ഇന്ററാക്ഷൻ നിർത്തി വെച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായില്ല. നമ്മൾ ഗോറ്റ് വെബിനാർ ആയിരുന്നപ്പോൾ ഇന്ററാക്ഷൻ നമ്മൾ കുറച്ചിരുന്നു. അത് വേറെ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫെയിലിയർ ആയിരുന്നു. പിന്നീട് നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ടാണ് ക്ലാസ് നടത്തുന്നത്. അപ്പൊ അതാണ് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. ലെക്ചർ അല്ല, പ്രഭാഷണമല്ല, അതേപോലെ വാളല്ല. വാള്, ലെക്ചർ, പ്രഭാഷണം ഇതെല്ലാം എന്തായിരിക്കും? അതെല്ലാം അതാണ്. അത് ക്ലാസ് അല്ല. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്ററാക്റ്റീവ്, ചോദിക്കും, ചോദ്യം മറുപടി. തിജാറത്തുഹും വമാ കാനൂ മുഹ്തദീൻ. എന്തുകൊണ്ട് വമാ കാനൂ മുഹ്തദൂൻ എന്ന് പറഞ്ഞില്ല? കാനു വന്നതുകൊണ്ട്. കാരണം ഒന്നുകൊണ്ട് ഈന കൊണ്ട് എന്ത് ചെയ്ത്? കാനയുടെ ഒന്നാം ഭാഗം കാനയുടെ അകത്തുള്ള വെയിറ്റ് ഇനി പറയാൻ ചാൻസ് ഇല്ല. ഇതാണ് ഈ ആണുങ്ങൾ പരാതി പറയുന്നത് കേട്ടാ. ചില ക്ലാസ്സുകളിലൊക്കെ പിന്നെ ആളുകൾ പിന്നെ ഒന്നും മിണ്ടില്ല, പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കീപ്പ് ചെയ്യട്ടോ, ഒരു മികച്ച സൂക്ഷിക്കുക. അപ്പൊ മാ കാനു മുഹ്തദീൻ എന്ന് പറഞ്ഞിടത്ത് കാനയുടെ ഫസ്റ്റ് പാർട്ട് അതിനകത്തുള്ള ഹുമ്മാണ്. മാ കാനു അവർ ആയിരുന്നില്ല. മാ കാനു അവർ ആയിരുന്നില്ല. അപ്പം അവർ എന്ന അതിനകത്തുള്ള ഹുമ്മാണ് കാനയുടെ ഫസ്റ്റ് പാർട്ട്. അവർ എന്തായിരുന്നില്ല? മുഹ്തദീൻ ആയിരുന്നില്ല. അതുകൊണ്ടാണ് കാനയുടെ സെക്കൻഡ് പാർട്ടായി വന്നത് കൊണ്ടാണ്
എന്തായത് അതിന് ഈന കൊണ്ട് നെസ്ബ് ചെയ്തത്. കാനയുടെ സെക്കൻഡ് പാർട്ട് നെസ്ബാണ്. കാനല്ലാഹു ഗഫൂറൻ എന്നാണ് പറയുക. ഓക്കെ, നമ്മൾ 21 വരെയാണ് ആയത്ത് എടുക്കേണ്ടത്. ഇപ്പോ അതിക്രമിച്ച് പോയിട്ട് 16 വരെ എത്തിയിട്ടുള്ളൂ. നമ്മൾ ഇതുവരെ ഡിസ്കഷനിൽ പോയിട്ടൊന്നും തന്നിട്ടില്ല. എന്ത് ചെയ്യാൻ വേണ്ടി, നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഗവേഷണം നടത്താൻ വേണ്ടി പാഠം തന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ ഓപ്ഷനിലായ മുത്തഖീൻ എന്നത് എന്ത് ചെയ്യണം, നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇത്തഖു എന്ന വാക്ക് പറഞ്ഞിടത്ത് എന്ത് പോയിന്റ് പറഞ്ഞിട്ടാണ് ഇത്തഖു എന്നത്? ഈ ചോദ്യം ഇതാണ് കേട്ടോ, ആയത്ത് കോപ്പി ചെയ്യാനല്ല പറഞ്ഞു. ഇത്തഖു എന്ന് പറഞ്ഞിടത്ത് എന്ത് പോയിന്റ് പറഞ്ഞിട്ട്, എന്ത് വിഷയം പറഞ്ഞിട്ടാണ് ഇത്തഖു എന്ന് പറഞ്ഞത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മഅൽ മുത്തഖീൻ, അല്ലാഹ് മുത്തഖീനോടൊപ്പമാകുന്നു എന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടാവും. അപ്പൊ മഅൽ മുത്തഖീൻ എന്ന് പറഞ്ഞു. അവിടെ എന്ത് വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്? അത് തൊട്ട് മുമ്പാകാം, തൊട്ട് ശേഷമാകാം. അപ്പൊ എഴുതേണ്ടത് ഇതാണ്. അള്ളാഹ് ഇനി ഒന്നുകൂടെ പറയില്ല. ഇനി വീഡിയോ കേൾക്കുക. ഇനി വീണ്ടും പറഞ്ഞാൽ നമ്മൾ നേരെ പോകും. പിന്നെ ഉറക്കങ്ങൾ 9:30 ശേഷം പറഞ്ഞ ഒന്നും മനസ്സിലാവും. 20 മിനിറ്റാണ് ഒരു ക്ലാസ്സിന്റെ ദൈർഘ്യം, യഥാർത്ഥത്തിൽ അംഗീകരണ ദൈർഘ്യം. പിന്നെ ഇടയ്ക്ക് കോൺവെർസേഷൻ വരുന്നതുകൊണ്ട് മാത്രമാണ് ഇത്. കോൺവെർസേഷന്റെ പറയുന്നത് പറയുന്നത് ഈ സംസാരത്തിന്റെ ഒരു കാരണം ഇതാണ്. നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ട് എന്തുകൊണ്ട് ക്ലാസ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് 20 മിനിറ്റ് മാത്രമേ ക്ലാസ് കേൾക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവൂ. അതാണ് എന്ത് സൈക്കോളജിക്കലി അല്ലെങ്കിൽ മെന്റൽ കപ്പാസിറ്റി വെച്ച് നോക്കിയാൽ ഒരു ക്ലാസ് 20 മിനിറ്റ് എടുക്കാവൂ. അപ്പൊ നമ്മൾ സ്കൂളിലായപ്പോഴും 40 മിനിറ്റ് 45 മിനിറ്റ്സ് ആണ് ക്ലാസ്സിന്റെ സമയം. ആ സമയം എന്തിനുള്ള 45 മിനിറ്റ് ചെയ്തിരിക്കുന്നു ചോദിച്ചാൽ, ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒക്കെ കഴിഞ്ഞാൽ ബാക്കി എത്ര മിനിറ്റ് പഠിപ്പിക്കണം? 20 മിനിറ്റ് പഠിപ്പിക്കാൻ പറ്റും. തുടർച്ചയായിട്ട് 20 മിനിറ്റ് പഠിപ്പിക്കാൻ പറ്റും. ബാക്കി എന്താണ്? ചോദ്യം ചോദിക്കലും പിന്നെ ആവർത്തനവും മറ്റ് എക്സസൈസും എല്ലാം കൂടെ ചേർന്നിട്ടാണ് 40 മിനിറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് ഇന്ററാക്റ്റീവ് അല്ലെങ്കിൽ ഒരാൾക്കും 20 മിനിറ്റ് ചെയ്യാൻ പറയുന്നൊന്നും കേൾക്കില്ല. അതേപോലെയാണ് നമ്മൾ ഉറങ്ങാനുള്ള സമയമാണ്. നേരത്തെ 9 മണിക്ക് ഉറങ്ങണമെന്നാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് 8:45 തുടങ്ങുന്നുണ്ട്. 9 മണിക്ക് ഉറങ്ങുന്നത് നടക്കില്ല. അതുകൊണ്ട് നമ്മൾ 9:30 നിർത്തണമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും. പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു 3:45 മണിക്കൊന്നും തീരുമില്ല, 1 മണിക്കൂർ എന്തായാലും നമുക്ക് വേണം. അങ്ങനെയാണ് നമ്മൾ 9:45 വരെ പോകാൻ വേണ്ടി വിചാരിച്ചത്. അപ്പോഴും പിന്നെ നീണ്ടു പോകുന്നതോറും എന്ത് ചെയ്യും, മനസ്സിന്റെ അബ്സോർബിങ് അല്ലെങ്കിൽ ഗ്രാസ്പിംഗ് പവർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ എന്ത് ചെയ്യാം, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് റിലാക്സ് ചെയ്യാം. അതേപോലെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. 10 പ്രാവശ്യം എന്ത് ചെയ്യണം, ദീർഘശ്വാസം എടുക്കണം. 10 പ്രാവശ്യം ദീർഘശ്വാസം എടുക്കണം. ക്ലാസ്സിനിടയിലില്ല, ക്ലാസ് ഒന്നാമത്തെ ഇത്തഖുവിന്റെ ക്വസ്റ്റ്യൻ ഒന്നും കൂടിയും പറയാം. എനിക്ക് സൗണ്ട് ബ്രേക്ക് ആയി പോയതാണ്. ഇത്തഖു എന്ന് പറയുന്നതിന് മുമ്പോ ശേഷമോ എന്ത് വിഷയമാണ് പരാമർശിച്ചത്? ഇത്തഖുള്ള എന്ന് പറഞ്ഞിടത്ത് മുമ്പോ ശേഷമോ എന്ത് വിഷയമാണ് പരാമർശിച്ചത്? രണ്ടാമത്തെ ചോദ്യവും അത് തന്നെയാണ്. മഅൽ മുത്തഖീൻ എന്ന് പറഞ്ഞിടത്ത് തൊട്ട് മുമ്പോ തൊട്ട് ശേഷമോ എന്ത് വിഷയമാണ് പരാമർശിച്ചത്? ഇതാണ് ഉത്തരം എഴുതേണ്ടത്. ആയത്ത് കോപ്പി ചെയ്യേണ്ടത്. പക്ഷേ ആയത്ത് നമ്പർ എഴുതണം. ആ ആയത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരിക്കൽ കൂടി എല്ലാവരും സഹകരിക്കണം കേട്ടോ. അവസരമൊന്നും ഉണ്ടായില്ല. ഞാൻ കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു പറയാം. പുരുഷന്മാരോട് പ്രത്യേകിച്ചും കേട്ടോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله عليه وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله والسلام عليكم ورحمة الله وبركاته. وعليكم السلام. جزاكم الله خيرا. إياكم آمين. وعليكم السلام ورحمة الله وبركاته.